പലരും പലതിൻ്റെ പേരിൽ കരയുകയാണ്. ചിലര് മക്കളില്ലാത്തത് കൊണ്ട് കരയുകയാണ്. ചിലര് മക്കൾ ഉണ്ടായി പോയല്ലോ എന്നോർത്ത് കരയുകയാണ്. ചില കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായ വിള്ളലുകൾ ഓർത്ത് കരയുകയാണ്. ചില കുഞ്ഞുങ്ങളൊക്കെ കോടതി വരാന്തയിലേക്ക് ജഡ്ജിയുടെ ചോദ്യം കേട്ട് കരയുകയാണ്. കുഞ്ഞെ, നീ അപ്പൻ്റെ കൂടെ പോന്നോ അമ്മയുടെ കൂടെ പോന്നോ എന്ന ജഡ്ജിയുടെ ദയനീയമായ ചോദ്യം കേട്ടിട്ട് കരയുന്ന കുഞ്ഞുങ്ങൾ. മക്കൾക്ക് വേണ്ടാത്ത അമ്മമാരുടെ കരച്ചിൽ, തലമുറയ്ക്ക് വേണ്ടാത്ത അപ്പന്മാരുടെ കരച്ചിൽ, കടഭാരങ്ങളാൽ കരയുന്ന കരച്ചിൽ, ജപ്തി നോട്ടീസ് കയ്യിൽ പിടിച്ചുകൊണ്ട് വീടടങ്കം ആത്മഹത്യക്കായി തീരുമാനമെടുത്തിട്ട് കരയുന്ന കരച്ചിൽ. എന്തുമാകട്ടെ, യേശുവിൻ്റെ ചോദ്യം, നീ എന്തിനാണ് കരയുന്നത്? ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവിൻ്റെ ആദ്യത്തെ ചോദ്യം ഇന്ന് രാത്രി, നീ എന്തിനാണ് കരയുന്നത്? ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടും, എൻ്റെ കണ്ണുനീരിൻ്റെ പ്രശ്നങ്ങൾക്കൊരു മറുപടി തരും എന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് നന്നായിട്ട് ആ കരമൊന്ന് അടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ. വിവാഹം നടന്നതിൻ്റെ പേരിൽ കരയുന്നവരുണ്ട്, വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ കരയുന്നവരുണ്ട്, രോഗങ്ങളുടെ പേരിൽ കരയുന്നവരുണ്ട്, പാപഭാരത്താൽ കരയുന്നവരുണ്ട്, ജീവിതഭാരത്താൽ കരയുന്നവരുണ്ട്, ചിന്താഭാരത്താൽ കരയുന്നവരുണ്ട്. സ്തോത്രം. ഒത്തിരി വിഷയങ്ങളുടെ പേരിൽ ലോകം മുഴുവൻ ഒരു കരച്ചിലിൻ്റെ വക്കിലാണ്. പക്ഷെ ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവിൻ്റെ, മരണത്തെ ജയിച്ച കർത്താവിൻ്റെ, ശത്രുവിൻ്റെ തലയെ തകർത്ത് ജയിച്ചെഴുന്നേറ്റ് വരുന്ന കർത്താവിൻ്റെ ആദ്യത്തെ ചോദ്യം, നീ എന്തിനാണ് കരയുന്നത്? ഹല്ലേലൂയ. എനിക്ക് ഇന്ന് രാത്രി എത്ര നേരം നിങ്ങൾ തന്നാലും പ്രസംഗിക്കാൻ അത്രയേറെ ആവേശമുള്ളൊരു വാക്യമാണ് മഗ്ദലക്കാരത്തി മറിയയോട് യേശു ചോദിക്കുന്ന ചോദ്യം. ഹല്ലേലൂയ. ഈ സഹോദരിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തും മുമ്പേ ഇവൾ പോകുന്ന സാഹചര്യം നിങ്ങളൊന്ന് അറിയണം. 3 അതിശക്തമായ പട്ടാളത്തിൻ്റെ കാവൽ നിൽക്കുകയാണ്. ഒന്ന്, ആ കാലത്തെ രാജ്യം ഭരിക്കുന്ന ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായ റോമൻ സാമ്രാജ്യത്തിൻ്റെ പട്ടാളം ഈ കല്ലറയ്ക്ക് കാവൽ നിൽക്കുകയാണ്. റോമൻ സാമ്രാജ്യ പട്ടാളത്തെ അത്ര വിശ്വാസമില്ലാത്തത് കൊണ്ട് മഹാപുരോഹിതന്മാരാക്കിയിരിക്കുന്ന മതത്തിൻ്റെ കാവൽക്കൂട്ടങ്ങളായ ഒരു കൂട്ടം കാവൽക്കാർ അവിടെ കാവൽ നിൽപ്പുണ്ട്. ഈ 2 കൂട്ടരും അറിയാതെ ഗബ്രിയേലിൻ്റെയും മിഖായേലിൻ്റെയും നേതൃത്വത്തിൽ ഒരു ദൂത പട്ടാളം അവിടെ കാവൽ നിൽപ്പുണ്ട്. 3 ശക്തമായ പട്ടാളം കാവൽ നിൽക്കുമ്പോൾ തന്നെ നന്ന ഇരുട്ടുണ്ട്. ഒരു വളരെ മൃഗീയമായ 3 കൊലപാതകങ്ങൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്നിരിക്കുകയാണ്. 2 കള്ളന്മാരുടെ ദയനീയമായ മരണം, ഒന്ന് നമ്മുടെ യേശു കർത്താവിൻ്റെ മരണം. 3 മരണങ്ങൾ ആ രാജ്യത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയതാണ്. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ഒരു വലിയ ശിക്ഷാവിധി 3 പേരുടെ മേൽ നടപ്പാക്കുമ്പോൾ യേശു കർത്താവിൻ്റെ മേൽ നടപ്പാക്കിയ ശിക്ഷാവിധി കണ്ട് സകല മനുഷ്യരും വിറങ്ങലിച്ചു നിൽക്കുകയാണെന്ന്. കാരണം കോടതികൾ മുഴുവൻ ഒരു തെറ്റും ഇവരിലില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും അത് വകവയ്ക്കാതെ ഈ നീതിമാന്റെ കാര്യത്തിൽ താൻ ഇടപെടുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്ന് സ്വന്തം ഭാര്യ രഹസ്യമായി കത്തെഴുതി കൊടുത്തു വിട്ടിട്ട് പോലും അത് മനസ്സിലാക്കാത്ത മനുഷ്യൻ താൽക്കാലികമായ ലാഭങ്ങൾക്കോ ജനസമൂഹത്തിന്റെ അംഗീകാരത്തിനോ വേണ്ടി യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കൈ കഴുകിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഇവിടെ പലരും നേതാവാകാൻ വേണ്ടി പലതും കാട്ടിക്കൂട്ടിയിട്ട് കൈ കഴുകി ഒഴിയാറുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, കൈ കഴുകി ഒഴിഞ്ഞവൻ കൈ കഴുകി തൻ്റെ സ്വിമ്മിംഗ് പൂളിനകത്ത് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് വീണ് വെള്ളം കുടിച്ച് ചത്തുന്ന ചരിത്രം പിന്നെ ഒരിക്കലും പൊങ്ങി വന്നിട്ടില്ല. പക്ഷെ ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന കൈ കഴുകി ഒഴിഞ്ഞവനല്ല, കാല് കഴുകി ജയിച്ചൊരുത്തൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവരുടെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ആരും കഴുകാൻ മടിച്ചപ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന് വസ്ത്രം അടിച്ചു മാറ്റിയിട്ട് ഒരു തോർത്തെടുത്ത് തലയിൽ ചുറ്റിയിട്ട് കാല് കഴുകി ജയം പ്രാപിച്ച് മരണത്തെയും മണ്ണറയെയും ജയിച്ചുയർത്തെഴുന്നേറ്റ് മഹിമയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി ഈ പന്തലുലായി വന്നിട്ടുണ്ട്. അവനാ നിന്നോട് ചോദിക്കുന്നത്, നീ എന്തിനാണ് കരയുന്നത്? ഇന്ന് രാത്രി കരയുന്ന വിഷയത്തിന്റെ കണ്ണുനീരൊപ്പുവാൻ കഴിവുള്ള ദൈവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ ഇന്ന് രാത്രി ഏത് വിഷയമായാലും കരയുന്ന വിഷയത്തിന്മേൽ എന്റെ യേശു മറുപടി തരും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു തുള്ളി കണ്ണുനീരെന്ന് പറയുമ്പോൾ അതിനകത്ത് 99% ഹൃദയത്തെ പൊട്ടിക്കീറി വേദനിപ്പിച്ച ദുഃഖങ്ങളും 1% വെള്ളം കൂടെ ചേരുമ്പോഴാണ് കണ്ണുനീരാകുന്നത്.
മേരി കാതറിൻ എന്നറിയപ്പെട്ട ശ്രേഷ്ഠയായ മിഷണറി വനിത ഒരു രാത്രി ഉറക്കത്തിൽ സ്വപ്നത്തിൽ മരിച്ചുപോയി. ഈ മരിച്ച മാന്യ വനിതയെ ദൈവദൂതന്മാർ വന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ദൂതന്മാർ കൊണ്ടുപോയി പ്രധാന കവാടങ്ങൾ കടന്ന് അകത്തോട്ട് കൊണ്ടുപോയി പല വിശിഷ്ടമായ മുറികളും സമ്മാനങ്ങളും കിരീടങ്ങളും സിംഹാസനങ്ങളും ഒക്കെ ഇവളെ കാണിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഒരു വലിയ വിശാലമായ മുറിക്കകത്ത് ചെറുതും വലുതുമായ 100 കണക്കിന് ഭരണികൾ ഇങ്ങനെ മൂടി കെട്ടിവെച്ചിരിക്കുന്നു. അവൾ ചോദിച്ചു, ഈ മനോഹരമായ സൗധത്തിൽ കിരീടങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, സിംഹാസനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല മനോഹരമായ മുറികൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ കൽഭരണികൾ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്നത് അതെന്താണ്? ഉടനെ പറഞ്ഞു, ഇതിനൊക്കെ മനസ്സിലായില്ലേ, ഭൂമിയിലെ ചെറുതും വലുതുമായ വിശുദ്ധന്മാരുടെ കണ്ണുനീർ ഒപ്പിയെടുത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ഭരണിയിൽ ഇങ്ങനെ തുരുത്തിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അത് അവൾക്ക് വലിയ സന്തോഷമായി. അവൾ ഓർത്ത്, ഈ കരയുന്നത് ആരും കണ്ടിട്ടില്ല. തലവണയുടെ താഴോട്ട് ഹല്ലേലൂയ ഒഴുകിയിറങ്ങിയ കണ്ണുനീര് തലവണയല്ലാതെ തൊട്ടപ്പുറത്ത് കിടന്ന പിള്ളാരോ ഇപ്പുറത്ത് കിടന്ന ഭർത്താവോ അത് അറിഞ്ഞിട്ടില്ല. നിലത്തിറങ്ങി മുട്ടുകുത്തി കണ്ണീരൊഴുക്കിയത് ആരും കണ്ടിട്ടില്ല. ആലയത്തിൽ തല മൂടിയിരുന്നുകൊണ്ട് കരഞ്ഞത് പാസ്റ്റർ കണ്ടില്ല. പക്ഷെ അതെല്ലാം സ്വർഗം കണ്ടിട്ട് ഒരു തുരുത്തിയിൽ കെട്ടിവെച്ചിരിക്കുക. ഇന്ന് രാത്രി 2023 ജനുവരി ആദ്യ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ കണ്ണുനീരെല്ലാം സ്വർഗം ഒരു തുരുത്തിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഈ രാത്രി കണ്ണുനീരിന് മറികടക്കാത്തൊരു ദൈവമുണ്ട്. അതുകൊണ്ടല്ലേ ദാവീദ് എന്ന ഹൃദയപ്രകാരമുള്ള ഭക്തൻ പറഞ്ഞു, എന്റെ കണ്ണുനീരെല്ലാം അവന്റെ തുരുത്തിയിൽ ആക്കി വെച്ചിരിക്കുക. ഈ രാത്രി പ്രിയ മാതാവേ, പിതാവേ, യൗവനക്കാരി, കുഞ്ഞേ, അല്ലെങ്കിൽ നിന്റെ കണ്ണുനീര്, ബഹുമാന്യ ദൈവദാസന്മാരെ, നീ കരഞ്ഞത് ആരും കണ്ടിട്ടില്ല. നിന്നെ കാണുമ്പോൾ ക്ലീൻ ഷേവ്, ഒരു കുഴപ്പമില്ല, വെള്ളയൊക്കെ സ്റ്റേജിൽ നിൽക്കുന്നു, തകർപ്പൻ മെസ്സേജ് പറയുന്നു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിലെ കണ്ണുനീര് ആരും കണ്ടിട്ടില്ല. പക്ഷെ കണ്ട ഒരു സ്വർഗം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? വേദനിപ്പിച്ചവരത് കണ്ടില്ല, കരയിപ്പിച്ചവരത് കണ്ടില്ല, പക്ഷെ കണ്ട ഒരു സ്വർഗം ഇന്ന് രാത്രി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരൊന്നുകൂടെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഈ രാത്രി കർത്താവിന് ചോദിക്കാനുള്ളത്, നീ എന്തിനാണ് കരയുന്നത്? ഹല്ലേലൂയ. ചിലരൊരിക്കലും കരയത്തില്ല, പക്ഷെ ഒത്തിരി പേരെ അവർ കരയിപ്പിക്കും. സ്തോത്രം. ചിലർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് മറ്റുള്ളവരെ കരയിപ്പിക്കുക എന്നുള്ളത്. എന്തുമാകട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, അന്തരീക്ഷം കളയരുതല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ച്, കർത്താവിന്റെ ചോദ്യം, ഉയർത്തെഴുന്നേറ്റവന്റെ ചോദ്യം, മരണത്തെ ജയിച്ചവന്റെ ചോദ്യം, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ഇന്നലെ അലറിക്കരഞ്ഞവന്റെ ചോദ്യം. കുഞ്ഞെ, നീ ഇപ്പൊ കരയുന്ന വിഷയത്തിന് വെള്ളിയാഴ്ച വൈകുന്നേരമായപ്പോ ക്രൂശിക്കുന്നതുകൊണ്ട് ഞാൻ അലറിക്കരഞ്ഞതാ, ഞാൻ കരഞ്ഞതാ. പിന്നെ നീ എന്തിനാ ഇപ്പൊ കരയുന്നത്? നീ ഇന്ന് കരയുന്ന വിഷയത്തിന് ഞാൻ ഇന്നലെ കരഞ്ഞവനാണ്. എത്ര പേര് വിശ്വസിച്ചു? ചോദ്യം ചോദിച്ചത് ചുമ്മാതെ രസത്തിന് ചോദിച്ചതല്ല, ഇന്നലെ കരഞ്ഞവനാ ചോദിക്കുന്നത്. നീ ഇന്നെന്തിനാണ് കരയുന്നത്? ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരയുന്ന വിഷയം എന്തുമാകട്ടെ, ഇന്നലെ നിന്റെ വിഷയത്തെ ആത്മാവി കണ്ടിട്ട് ക്രൂശിക്കിടന്നുകൊണ്ട് അലറിക്കരഞ്ഞ ദിഗന്ധങ്ങൾ ഭേദിക്കുന്നത് പോലെ അലറിക്കരഞ്ഞവനാ ചോദിക്കുന്നത്, നീ എന്തിനാണ് കരയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്യം വിശദീകരിക്കുന്നതിന് മുമ്പേ കരഞ്ഞ 1-2 പേരെ ഒന്ന് ഓർപ്പിച്ചിട്ട് ഓടി മടങ്ങി വന്ന് സമയത്ത് ദൂരം നിർത്താൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ ഏറ്റവും ദീർഘവർഷങ്ങൾ ഒരു വിഷയത്തിനായിട്ട് കരഞ്ഞ മനുഷ്യനുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 34-35 വാക്യം വേഗം ഒന്ന് വായിച്ചാൽ. യാക്കോബ് വസ്ത്രം കീറി അരയിൽ 8 ശീല ചുറ്റി ഏറിയ നാൾ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിക്കുവാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ, ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവന്റെ അപ്പൻ അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ അവന്റെ അപ്പൻ അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിനു വേണ്ടി സംഭവിച്ചു പോയി എന്ന് വിശ്വസിച്ചത് കൊണ്ട് ദീർഘമായ ഏതാണ്ട് 20-ൽ പരം വർഷങ്ങൾ കരഞ്ഞ ഒരു മനുഷ്യനാണ് യാക്കോബ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് ഒരു തല നിറച്ചുള്ള അനുഗ്രഹങ്ങളും വാങ്ങി പോകുന്ന വഴിയിൽ സൂര്യൻ അസ്തമിച്ചു. കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങി. ദൈവം ഗോവേണി വഴി ദൂതന്മാരെ വിട്ട് അവനോട് സംസാരിച്ച ചരിത്രമൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞ് സ്വന്തം അമ്മാവനായ ലാബാന്റെ വീട്ടിൽ ചെല്ലുന്നു. ലാബാൻ അവനെ സ്നേഹിക്കുന്നു. ലാബാൻ സ്നേഹിച്ചത്
നമ്മൾ വിചാരിക്കുന്ന പോലെ എൻ്റെ അനന്തരവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, പെങ്ങടെ മോനോടുള്ള സ്നേഹം കൊണ്ടുമല്ല. പലരുടെ സ്നേഹത്തിൻ്റെ പുറകിൽ പല ലാഭക്കണ്ണുകളുണ്ട്. ലാഭം നോക്കിയപ്പോൾ സ്ത്രീധനം കൊടുക്കാതെ 2 പെൺപിള്ളേരെ കെട്ടിക്കാം, 2 എൻ്റെ ആറിനെ തീറ്റിക്കാം, ശമ്പളം കൊടുക്കാതെ ഒരു ജോലിക്കാരനെ കിട്ടും. ഇതൊക്കെ ഓർത്താ സ്നേഹിച്ച് പലരുടെ സ്നേഹം താൽക്കാലികമായ ലാഭമോർത്ത, ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ സ്നേഹിച്ച് ഒരാളെ ഉള്ളൂ. അത് ഇന്ന് രാത്രി നീ എന്തിനാ കരയുന്നത് ചോദിച്ച് യേശു അല്ലാതെ മറ്റാരും നമ്മളെ സ്നേഹിക്കുന്നില്ല. നല്ല സ്വോത്രം പറഞ്ഞു കേട്ടോ. ഏത് രഹസ്യം പറയാൻ കൊള്ളാവുന്ന ഒരാള് നമ്മുടെ കർത്താവ് തീർന്നില്ല. അല്ലെ, വിശ്വസിച്ച് പറയുന്ന ഒരു കാര്യവും അടുത്ത ദിവസം തന്നെ മുതലെടുപ്പിന് വേണ്ടി തിരിച്ചു ചോദിച്ച് നമ്മളോട് കണക്ക് പറയാത്ത ഒരാളുണ്ടെങ്കിൽ അത് യേശു മാത്രമാ. ലാബാന്റെ ലാഭം കുറയുന്നു എന്ന് കണ്ടപ്പോൾ അവന്റെ മുഖശേപ്പ് മാറി. പഴയ സ്നേഹമൊന്നുമില്ല. അത്രയേ ഉള്ളൂ മനുഷ്യന്റെ സ്നേഹം. ഞാൻ അവിടെ നിൽക്കുന്നില്ല. അങ്ങനെ യാക്കോബിന് 2 ഭാര്യമാര്, 2 ദാസിമാര്, 13 പിള്ളേര്, 12 ആൺപിള്ളേര്, ഒരു പെൺകൊച്ചും. വളരെ നന്നായിട്ട് സന്തോഷമായി പോയപ്പോൾ ഈ അമ്മായിയപ്പന്റെ മുഖം മാറി എന്ന് കണ്ട് അവൻ ഭാരപ്പെട്ടിരിക്കുന്ന രാത്രി ദൈവം ഇറങ്ങി വന്നു. ഗർഭത്തിൽ വെച്ച് ദൈവത്തിന് പദ്ധതിയുള്ളവനെ ആരുടെയും മുഖം കാണിച്ച് ദൈവം നിർത്തത്തില്ല. സമയം വരുമ്പോൾ ദൈവം അവിടുന്ന് അവനെ പുറപ്പെടുവിക്കും. ഒരു സ്വതന്ത്രം പറഞ്ഞേരെ, നിനക്ക് വിളിയും ദർശനവും ഉണ്ടെങ്കിൽ താൽക്കാലികമായ മറ്റുള്ളവരുടെ മുഷിഞ്ഞ മുഖം കണ്ട് നീ ഒത്തിരി നാൾ നിൽക്കേണ്ടി വരത്തില്ല. നിന്നെ കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടുപോയി മാനിക്കുന്ന, പേര് മാറ്റുന്ന ഒരു ദൈവം നിനക്കുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രമേ രാത്രി ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, യാക്കോബേ, ഒന്നുമില്ലായ്മയിൽ ഉണങ്ങിയ മടിയും ഒരു കുപ്പി എണ്ണയുമായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ നിനക്ക് വെളിപ്പെട്ട ദൈവമാണ് ഞാൻ. ഇപ്പം ദൈവം നിന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. നിനക്ക് ഇഷ്ടംപോലെ ആടുമാടുകളുണ്ട്, ഭാര്യമാരുണ്ട്, ദാസിമാരുണ്ട്, പിള്ളേരുണ്ട്. ഇനി നീ ഇവിടെ ഇങ്ങനെ ആരുടെയും മോന്തയും മുഞ്ഞയും കണ്ട് നിൽക്കണ്ട. ഞാൻ നിനക്ക് വെളിപ്പെട്ടെടുത്ത് പോയി എന്നെ ആരാധിക്കാൻ പറഞ്ഞ് അവനെ വിട്ടു. പുള്ളി ഇങ്ങനെ ആരാധിക്കാൻ വരുന്ന വഴിക്ക് ശേഖേമി വന്നപ്പോൾ നല്ല സ്ഥലമാണെന്ന് കണ്ടിട്ട് അവിടെ 10 സെന്റ് സ്ഥലം, ഒരു കൊച്ചു വീടൊക്കെ വെച്ച് പുള്ളി അവിടെ താമസമാക്കി. അതൊന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. അവിടെ അങ്ങനെ താമസിച്ച കൂട്ടത്തിൽ പിള്ളേർ 10 പേരും കൂടെ ആടിനെ തീറ്റാൻ പോയി. ഈ സമയത്തൊക്കെ പ്രാർത്ഥിച്ചു തീർക്കാൻ അമ്മയില്ലാത്തത് കൊണ്ട് പിന്നെ ഒരു ആശ്രയം അപ്പനൊരു നിലയാങ്കിയൊക്കെ തയ്ച്ചു കൊടുത്തു. കാണാൻ കാഴ്ചയ്ക്കും കൊള്ളാം, പ്രാർത്ഥിക്കുന്നവനുമാ, നല്ല സ്വഭാവമാ. ഈ ചേട്ടന്മാരുടെ കൂട്ടുള്ള കള്ളം പറച്ചിലൊന്നും ഇവനില്ല. അതുകൊണ്ട് അപ്പൻ ഇവനോട് ചില താല്പര്യം. തന്നെയല്ല, സ്നേഹിച്ച ഭാര്യയുടെ മോനായതുകൊണ്ട് കുറെ കൂടെ താല്പര്യം. അല്പം രണ്ടാനമപ്പോരൊക്കെ അവിടെ ഉണ്ടെങ്കിലും അതൊക്കെ സഹിച്ച് ഇവൻ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആകെ ആശ്രയം ദൈവസന്നിധിയില്ല. ഓടിപ്പോയി മുഴങ്കാലി മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇവന് ഭയങ്കര ദർശനങ്ങൾ കൊടുക്കും, ഭയങ്കര സ്വപ്നങ്ങൾ കൊടുക്കും. പ്രാർത്ഥിക്കുന്നവന്റെ ഗുണമാ. പ്രാർത്ഥിക്കുന്നവന് ദൈവം ഒരു നല്ല റിവലേഷൻ കൊടുക്കും. ഒരു സ്വത്ത് ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവം നിനക്ക് വെളിപ്പാട് തന്നുകൊണ്ടിരിക്കും. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇവനിങ്ങനെ വെളിപ്പാട് കണ്ടിട്ട് രാവിലെ എണ്ണിച്ച് ആരോട് പറയാനാ? സഭായോഗത്തിൽ പോയി പ്രസംഗിക്കാൻ സഭായോഗമില്ലല്ലോ. പുള്ളി വീട്ടിൽ പറഞ്ഞ്, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടായിരുന്നു, എന്റെ കറ്റ നേരെ നിൽക്കുന്നു, 11 കറ്റയും കൂടെ എന്റെ കറ്റയെ വീണ് നമസ്കരിക്കുന്നു. അയ്യോ, ചേട്ടന്മാർക്ക് സങ്കടമായി. പിറ്റേ ദിവസം അടങ്ങിയിരിക്കണ്ടേ? പിറ്റേ രാത്രി പിന്നെയും ദർശനം കണ്ടു. അവർ പറഞ്ഞു, ഇന്നലെ രാത്രി ദൈവം ഇടപെട്ടൊരു ദർശനം കണ്ടു. അത് സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രവും കൂടെ എന്നെ നമസ്കരിക്കുന്ന കണ്ടു. ഇന്നലെ ചേട്ടന്മാർക്ക് എവിടെ കൊള്ളായിരുന്നു, ഇപ്പോൾ അപ്പനും അമ്മയ്ക്കും കൂടി ചില പ്രയാസമായി. ഇത് കഴിഞ്ഞപ്പോൾ ആടിനെ തീറ്റാൻ പോയ ചേട്ടന്മാരെ അന്വേഷിച്ചു പോകുന്നു. അന്വേഷിച്ചു പോയവനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഇവർ പറഞ്ഞു, ദേ സ്വപ്നക്കാരൻ വരുന്നുണ്ട്, നമുക്ക് അവനെ കൈകാര്യം ചെയ്യണം. നമ്മൾ വലിയ സന്തോഷത്തോടെ ചെല്ലുക ചേട്ടന്മാരാന്ന് പറഞ്ഞ്. പക്ഷേ ചേട്ടന്മാർ നേരത്തെ പ്ലാനിട്ടായിരുന്നു, വരുന്നവനെ ദർശനമുള്ളവനെ ഇല്ലായ്മ ചെയ്യണം, വെളിപ്പാടുള്ളവനെ കൊന്നുകളയണം. അവർ കണക്ക് കൂട്ടി കയ്യിരുന്ന സാധനം മേടിച്ചിട്ട് അവന്റെ വസ്ത്രം അഴിച്ചെടുത്തിട്ട് അവനെ പൊട്ടക്കിണറ്റിലിട്ടു. മാത്രമല്ല 20 വെള്ളിക്കാശിന് അവനെ വിറ്റു. വിറ്റെന്ന് മാത്രമല്ല, അവനെ പൊത്തിപ്പേർ അടിമയായി കൊണ്ടുപോയി അവിടുത്തെ ഒരു കള്ളക്കഥ ചമച്ചിട്ട് 13 വർഷം അവൻ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. 17ാമത്തെ വർഷം കാരാഗ്രഹത്തിൽ പോയവൻ 30 വയസ്സാകുന്നത് വരെ കാരാഗ്രഹത്തിൽ കിടന്നു. ഈ പുസ്തകം പറഞ്ഞു, ശോധനാകാലം തികയുവോളം കാരാഗ്രഹത്തിൽ കിടന്നു. അവന്റെ കണ്ണുനീരാരും കണ്ടില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം ആ കണ്ണുനീരെല്ലാം ഇങ്ങനെ അളന്ന് തൂക്കി വെച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഈ സമയത്ത് വീട്ടിലിരിക്കുന്ന അപ്പൻ, തന്റെ മക്കളെ കുറിച്ച് വലിയ പ്രതീക്ഷയുള്ള അപ്പൻ, സ്വപ്നം കണ്ട മകനെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷയുള്ള അപ്പൻ കാത്തിരിക്കുമ്പോൾ ഈ ചോരയ്ക്കകത്ത് മുക്കിക്കുളിപ്പിച്ച ഒരു വസ്ത്രം, പിച്ചി ചീന്തിയ ഒരു വസ്ത്രം കൊണ്ട് ഈ മക്കൾ 10 കൂടെ അപ്പൻ്റെ കൈ കൊടുത്ത് പറഞ്ഞു, അപ്പാ ഇത് നിന്റെ മകൻ ജോസഫിൻ്റെ ആണോ? നോക്കിക്കേ, അതെ, ഇത് ഞങ്ങൾക്ക് കാട്ടിൽ നിന്ന് കിട്ടിയത്. ഏതോ ദുഷ്ടമൃഗം അവനെ കടിച്ചു കീറിക്കളഞ്ഞു. ഈ മനുഷ്യൻ പറയുകയാണ്, ഓ, എൻ്റെ മകൻ ജോസഫ് മരിച്ചു, ഞാൻ ഇനി എന്തിന് ജീവിക്കുന്നു? അവൻ കരയാൻ തുടങ്ങി. കരയുമ്പോൾ അവൻ പറയാണ്, ഞാൻ പോകും, ഞാൻ പാതാളത്തിൽ പോകും, ഞാൻ പാതാളത്തിൽ ചെന്ന് എൻ്റെ മരിച്ച മകനെ മരിച്ചവനായി ചെന്നിട്ട് ഞാനും കാണും എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ നിരാശയുടെ വാക്കുതോട് പറയാൻ തുടങ്ങി. 1 വർഷമല്ല, 13 വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ജോസഫിനെ വിടുവിച്ചു. ജോസഫ് രാജ്യത്തെ
അവിടുത്തെ പ്രൈം മിനിസ്റ്ററായി. അത് കഴിഞ്ഞ് 7 വർഷം സമ്പന്നതയുടെ കാലം, 13-20. പിന്നത്തെ 7 വർഷം ദാരിദ്ര്യത്തിന്റെ കാലം, 20-27. ഈ സമയങ്ങളെല്ലാം അപ്പൻ ഈ ചോര പിടിച്ച കറ പിടിച്ച തുണിയും പിച്ചിച്ചീന്റെ തുണിയും പിടിച്ചുകൊണ്ട് കരയുകയാണ്. ഞാൻ പാതാളത്തിൽ പോകും, ഞാൻ പാതാളത്തിൽ പോകും എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറത്തടിച്ച് നിലവിളിക്കുക. കാര്യമറിയാതെ ഒരു ദീർഘമായ 20-ൽ പരം വർഷങ്ങൾ, 2.5 പതിറ്റാണ്ട് ഒരപ്പൻ കരയുക. ഏകദേശം 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള യുവന്യനായ വയോധികൻ നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതെ, ഈ കണ്ണുനീരിന്റെ മറുപടി എന്തെന്ന് ആ മനുഷ്യൻ അറിഞ്ഞില്ല. പക്ഷെ പെട്ടെന്ന് ദേശത്ത് ഭയങ്കര ക്ഷാമമുണ്ടായി. ക്ഷാമം കഠിനമായി, ക്ഷാമം ഭൂതലത്തിലെങ്ങും ഉണ്ടായി. ഒരു ദൂത് ഇടയ്ക്ക് പറഞ്ഞേക്കാൻ കേട്ടോ, ഈ ക്ഷാമം ഭൂതലത്തിലൊക്കെ ഇനിയും ഉണ്ടാകാൻ പോകുകയാ. ആ ക്ഷാമം ഇവിടെയും സംഭവിക്കുമെന്ന് നിങ്ങൾ ഈ രാത്രി അറിയണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിന് മുമ്പേ നിങ്ങൾക്ക് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത, ഇവിടുത്തെ ഗവൺമെന്റുകൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കൊടിയ ക്ഷാമം നമ്മൾ പാർക്കുന്ന ഭാരതത്തിലും ഉണ്ടാകും. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. വലിയ ക്ഷാമമുണ്ടായി. അപ്പോൾ ഈ യോസഫിന്റെ സഹോദരന്മാർ വന്നിട്ട് യാക്കോബിന് പറഞ്ഞു, യാക്കോബേ, നമ്മുടെ അടുത്ത രാജ്യമായ മിസ്രൈമിൽ, ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് കേൾക്കുന്നു, ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് വരട്ടെ, നമുക്ക് പൈസ ഉണ്ടല്ലോ. അപ്പൻ പറഞ്ഞു, പോയിട്ട് വാ. പൈസ കൊടുത്തു വിട്ടു. ഇവർ 10 പേര് ബെന്യാമീനെ മാത്രം അവിടെ ആക്കിയിട്ട് 10 പേര് അരി മേടിക്കാനായിട്ട് മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിൽ ചെന്നിട്ട് യോസഫിന്റെ മുമ്പിൽ നിന്നു. യോസഫ് അവരെ കണ്ടപ്പോൾ യോസഫ് പറഞ്ഞതല്ലേ, യോസഫിന്റെ പ്രത്യേകത, എത്ര വർഷം കഴിഞ്ഞാലും രക്തബന്ധത്തെ കണ്ട തിരിച്ചറിയാൻ യോസഫിനറിയാം. യോസഫ് പറഞ്ഞു, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഒറ്റുകാരാണ്, രാജ്യത്തിന്റെ ദുർബല ഭാഗങ്ങൾ ഒറ്റുനോക്കാൻ വേണ്ടി വന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ കരുതരത്തില്ല, പിടിച്ച് കാരാഗ്രഹം അടയ്ക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവര് കൈകൂപ്പി പറഞ്ഞു, യജമാനെ, ഞങ്ങൾ ഒറ്റുകാരല്ല, ഞങ്ങൾ ഒരപ്പന്റെ മക്കളാണ്, ഞങ്ങൾ 12 പേരായിരുന്നു. ഒരുത്തനെ ദുഷ്ടമഴം കടിച്ചു കീറിക്കൊന്നു, ഒരുത്തൻ വീട്ടിലുണ്ട്, ഇനി ബാക്കി 10 പേര് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം പറയുന്ന യോസഫിനോടാ. യോസഫ് ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടോ പറഞ്ഞു, നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവോ? ജീവിച്ചിരിക്കുന്നു. ഓക്കെ. നിങ്ങളുടെ അനിയൻ വീട്ടിലുള്ളത് ശരിയാണോ? ഉണ്ട്, ശരിയാണ്. ഓക്കെ. നിങ്ങൾ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ ഞാൻ ശിമയോനെ കരുതത്തടങ്കിലേക്ക് വിടുകയാണ്. ബാക്കി 9 പേര് അരിയും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഇമാർ 9 പേര് അരിയും മേടിച്ചോണ്ട് പോയി. ഇപ്പൊ 2 പേര് മിസ്രൈമിലായി. യോസഫ് മിസ്രൈമിലായി, ശിമയോൻ മിസ്രൈമിലായി. അരിയും മേടിച്ചോണ്ട് വരുന്ന വഴിക്ക് പാതി വഴിക്ക് വെച്ച് ഉമാർ ചാക്കടിച്ചു. അത് ഇവരുടെ ഒരു പാരമ്പര്യ. എത്രയെല്ലാം കേട്ടാലും പകുതി വഴിക്ക് ചാക്കടിക്കും. അത് ഇവരുടെ ഒരു സ്വഭാവമാണ്. അവർ ചാക്കടിച്ചപ്പോൾ ചാക്കിന്റെ വായിക്കൽ കൊണ്ടുപോയ പൈസ ഇരിക്കുന്നു. ഇവരുടെ അകത്ത് വെപ്രാളമായി. ഇവർ പറഞ്ഞത് കൊണ്ടുപോയ പൈസ ഇരിക്കുന്നു. മിസ്രൈമിന് പോലീസ് പുറകെ വരുന്ന പേടിയായി. പല വീട്ടിൽ ഇരിക്കുന്ന സാധനം ഫോറിനാ. ഹലോ, ഈ 9 ചാക്കിനകത്തിരിക്കുന്ന അരി ഫോറിൻ അരിയാണ്. ഈജിപ്തിലെ അരി കനാനിലോട്ട് കൊണ്ടുപോവുകയാണ്. കനാനിലേക്ക് കൊണ്ടുപോകുന്ന അരി ഫോറിൻ അരിയാണ്. പക്ഷെ ഫോറിൻ അരി കയ്യിലിരിക്കുന്നെങ്കിലും സ്വസ്ഥതയ്ക്ക് കഴിക്കാനൊക്കത്തില്ല. നിന്റെ കയ്യിലിരിപ്പ് ശരിയാകാത്തിടത്തോളം എത്ര ഫോറിൻ വീട്ടിൽ വന്നാലും നീ സമാധാനത്തോടെ കഞ്ഞി കുടിക്കത്തില്ല. അത് വേറെ കാര്യം. ഇവന്മാർക്ക് 9 ചാക്ക് അരിയുണ്ട്, പക്ഷെ സമാധാനത്തിൽ കുടിക്കാൻ കഴിയുന്നില്ല. വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൻ്റെ കയ്യിൽ അരി കൊടുത്ത് പറഞ്ഞു, ശിമയോനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുക, ബെന്യാമീനോട് കൊണ്ടുവന്നിട്ടേ ഇനി അരി കിട്ടത്തുള്ളൂ. യാക്കോബിന്റെ കരച്ചിൽ വർദ്ധിച്ച് അവൻ പറഞ്ഞു, യോസഫ് പോയി, ശിമയോനും പോയി, ബെന്യാമിനെ കൊണ്ടുപോകാൻ പോന്നു, ഞാൻ പാതാളത്തിൽ പോകും എന്ന് പറഞ്ഞ മനുഷ്യന്റെ കരച്ചിൽ വർദ്ധിച്ചു. കാരണം അറിയാതെ പിന്നെയും കരയുക. കൊണ്ടുവന്ന അരിയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞപ്പാ, ഇനി അരി മേടിക്കാൻ പോണേ, ബെന്യാമീനെ കൊണ്ടുപോകണം. ബെന്യാമീനെ കൂടെ കൊണ്ടുപോയി. ബെന്യാമീനെ കൂടെ കൊണ്ടുവന്ന് യോസഫിന്റെ മുമ്പിൽ നിന്നപ്പോൾ, ദേവദാസനെ ഒന്ന് വായിക്കണേ, 45-ന്റെ 2-ാമത്തെ വാക്യം. മിസ്രയീമ്യരും ഫറവോന്റെ ഗൃഹവും അത് കേട്ടു. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമ്യരും ഫറവോന്റെ ഗൃഹവും അത് കേട്ടു. യോസേഫ് സഹോദരന്മാരോട്, ഇത് മതി ശ്രദ്ധിച്ചേ, 2-ാമത്തെ കരച്ചിൽ. കഴിഞ്ഞ 25-ൽ പരം വർഷമായ ഒരു മനുഷ്യൻ വീട്ടിൽ കരയുന്നു. ഇവിടെ ഇപ്പൊ ഇതാ ഒരു പ്രൈം മിനിസ്റ്റർ കരയുക. പ്രൈം മിനിസ്റ്ററുടെ പ്രത്യേക റൂമിനകത്ത് 11 പേര് നിൽക്കുന്നു. നിങ്ങളെ കാഴ്ച കാണണം. ബെന്യാമീൻ മുതൽ രൂബേൻ വരെയുള്ള 11 പേര് ഇടയന്മാരുടെ വസ്ത്രം ധരിച്ച്, തലയിൽ ബന്ധുക്കളുടെ കൂട്ടൊരു കെട്ടൊക്കെ കെട്ടി, താടി വളർത്തി, മുടി വളർത്തി, ഒരു ആട്ടിടയന്റെ മണമുള്ള വസ്ത്രം ധരിച്ച് ഇവര് 11 പേര് കൈകൂപ്പി നിൽക്കുന്നു. 11 പേര് കൈകൂപ്പി നിൽക്കുമ്പോൾ യോസഫ് നേരെ നിൽക്കുന്നു. തലയിൽ ഈജിപ്തിന്റെ പ്രൈം മിനിസ്റ്ററുടെ കിരീടം, കഴുത്തിൽ അവിടുന്ന് കൊടുത്തതായ ഏറ്റവും നല്ല സ്വർണ്ണ സരിപ്പള, കയ്യിൽ അവന്റെ അംശവടി എല്ലാം പിടിച്ചു നിൽക്കുമ്പോൾ 11 പേര് കുനിഞ്ഞിങ്ങനെ കൂപ്പിട്ട് നിൽക്കുകയാ. യോസഫ് അലറിക്കരഞ്ഞു. അത് ഫറവോന്റെ കൊട്ടാരം മൊത്തം കേട്ടു, അത് ഈജിപ്തിന് മൊത്തം കേട്ടു. ഇപ്പൊ കരഞ്ഞത് ചെന്നാ പിടിച്ചിട്ടല്ല. കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് പുറകിൽ അമ്മ മരിച്ച ദുഃഖത്തിൽ തന്റെ കൊച്ചു മുറിക്കകത്ത് ആട്ടിടയ കുടിലിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. 11 കറ്റകള് അവനെ വീണ് നമസ്കരിക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് നിവർത്തിച്ചത് കണ്ടപ്പോൾ അവൻ അലറിക്കരഞ്ഞു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, ഞാൻ ഈ ദൂത് പറയുമ്പോൾ എത്ര പ്രതിസന്ധികൾ
പ്രതിസന്ധികൾ വന്നാലും എത്ര വെല്ലുവിളികൾ വന്നാലും ദൈവം നിന്നെ കാണിച്ച ദൂത് നിവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവര് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ദൂത് തന്നവൻ ദൈവമാണെങ്കിൽ അവന് നിർവഹിക്കുക തന്നെ ചെയ്യും. യോസഫ് കരഞ്ഞത് സാലറി കുറഞ്ഞിട്ടല്ല, ജോസഫ് കരഞ്ഞത് പൊസിഷൻ കുറഞ്ഞിട്ടല്ല, ജോസഫ് കരഞ്ഞത് അപ്പനെ പോലെ ചത്തുപോയ കൊച്ചനെ ചൊല്ലിയല്ല. ജോസഫ് കരഞ്ഞത്, എടാ എൻ്റെ സ്വപ്നം തകർക്കാൻ എൻ്റെ സഹോദരന്മാർക്ക് കഴിഞ്ഞില്ല, എൻ്റെ സ്വപ്നം തകർക്കാൻ പൊട്ടക്കിണറ് കഴിഞ്ഞില്ല, എൻ്റെ സ്വപ്നം തകർക്കാൻ ഉടുത്ത വസ്ത്രം ഉരിഞ്ഞപ്പോൾ കഴിഞ്ഞില്ല, എൻ്റെ സ്വപ്നം തകർക്കാൻ പൊത്തിപ്പേറിന്റെ പെണ്ണുമ്പിള്ളയ്ക്ക് കഴിഞ്ഞില്ല, എൻ്റെ സ്വപ്നം തകർക്കാൻ കാരാഗ്രഹത്തിന് കഴിഞ്ഞില്ല. എൻ്റെ ദൈവം കാണിച്ച സ്വപ്നം നിവർത്തിച്ചല്ലോ എന്ന് കണ്ടപ്പോൾ അവൻ അലറിക്കരഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഒരു ദൂതനിക്ക് കൈമാറാനുണ്ട്. ഏത് സാഹചര്യങ്ങൾ മാറി വരട്ടെ, ദൈവം നിന്നെ കാണിച്ച ദൂത് ഇന്ന് രാത്രി നിവർത്തിക്കുമെന്ന് ഇവിടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. തടസ്സങ്ങൾ കൂടാതെ നിവർത്തിക്കുന്ന ദൈവം. നമ്മുടെ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ഈ നമ്മുടെ വിശ്വാസയാത്രയെക്കുറിച്ച് നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഒരു കപ്പൽ യാത്രയോട് ഉപമിച്ച കേട്ടോ. കപ്പൽ യാത്ര പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കാറ്റും നല്ല തിരമാലയും വരാമേ കപ്പൽ ഒത്തിരി അങ്ങ് പൊങ്ങും കേട്ടോ. ഹല്ലേലൂയ. ഒത്തിരി പൊങ്ങുമ്പോൾ നീ നിഗളിക്കരുത്. ആ നല്ല തിരമാലയും കാറ്റും മാറിക്കഴിയുമ്പോൾ പടക് താഴോട്ട് പോകും. താഴോട്ട് പോകുമ്പോൾ നിരാശപ്പെടുകയും ചെയ്യരുത്. ഈ വിശ്വാസ ജീവിത യാത്രയിൽ ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്. പക്ഷെ വാഗ്ദത്തം ചെയ്തവൻ കൂടെ ഉണ്ടെങ്കിൽ സമയം വരുമ്പോൾ അവൻ അതെല്ലാം നിവർത്തിക്കും കേട്ടോ. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ. ഇന്ന് രാത്രി കർത്താവിന് ചോദിക്കാനുള്ള ചോദ്യം, നീ എന്തിനാണ് കരയുന്നത്? യാക്കോബ് യോസഫ് ഇപ്പൊ കരഞ്ഞത് ഈജിപ്ത് മുഴുവൻ കേട്ടു. അതെന്തോ കരച്ചില്ല. ഞാൻ ഈ രാത്രി ഇവിടെ മൈക്കില്ലാതെ കരഞ്ഞാൽ ഈ തൃശ്ശൂർ മൊത്തം കേട്ടെന്ന് പറഞ്ഞാൽ അതെന്തോ കരച്ചില്ല മാസ്റ്റേ. സ്തോത്രം. ഒരു പ്രൈം മിനിസ്റ്ററുടെ റൂമിനകത്ത് കരഞ്ഞ കരച്ചിൽ ഈജിപ്ത് മുഴുവൻ കേട്ടു. ഫറവോന്റെ കൊട്ടാരം കേട്ടു. ഫറവോൻ കസാറയിൽ നിന്നിട്ട് ഓടി. മന്ത്രിമാരെല്ലാം കൂടെ ഓടി. അവിടുത്തെ സൈന്യമെല്ലാം കൂടെ ഓടി. എല്ലാവരും വന്ന് പ്രൈം മിനിസ്റ്റർ ജെല്ലി കൂടെ എത്തിക്കൊത്തി നോക്കി എന്താ സംഭവം എന്നറിയാൻ. അവരിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ പെർമിഷൻ ഇല്ലാതെ അകത്ത് കയറാനൊക്കത്തില്ലല്ലോ. നോക്കുമ്പോഴത്തെ 11 എണ്ണം ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ കണ്ടത് ദർശനം ദൈവം തന്നതാണെങ്കിൽ, ദൈവമാണ് ഇടപെട്ടതെങ്കിൽ ലോകം കാണത്തക്ക നിലകളിൽ നിനക്ക് വേണ്ടി ദൈവം അത് നിവർത്തിച്ചിരിക്കും. വിശ്വസിക്കുന്നവർ മാത്രമേ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ലോക കാണത്തക്ക നിലകളിൽ ദൈവം നിവർത്തിക്ക തന്നെ ചെയ്യും. ആരോടൊക്കെയോ സ്വർഗം ഇടപെടുകയാ. ഈ രണ്ടാമത്തെ രാത്രിയിൽ നെല്ലിക്കുന്നത്ത് നടക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൺവെൻഷനിൽ പരിശുദ്ധാത്മ പ്രവചിച്ചു പറയുന്നു, ലോക കാണത്തക്ക നിലകളിൽ നിന്റെ ദർശനങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് രാത്രി ദൈവത്തെ ചേർന്ന് ആരാധിക്കട്ടെ. ഒരിക്കലൂടെ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. മറുപടി നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് വരെ കരച്ചു നിർത്തരുത് കേട്ടോ. കരയുന്നൊരു കൃപയാ കേട്ടോ. കരയാൻ ദൈവം തന്നേക്കുന്ന ഒരു വലിയ കൃപയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കണ്ണുനീരൊന്നും നഷ്ടമാകത്തില്ല. നീ അറിയാത്തതെല്ലാം ഒപ്പിയെടുത്ത് തമ്പുരാൻ ഇങ്ങനെ ഭരണി സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. സമയം വരുമ്പോൾ നേരോടെ വിധിക്കുന്ന ദൈവം നിന്റെ കണ്ണുനീരിന് മറുപടി തന്നല്ലാതെ നിന്നെ ഭൂമുഖത്തുനിന്ന് മാറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിച്ചാരാധിക്കട്ടെ. എത്ര ഭാരമേറിയ വിഷയമായാലും എൻ്റെ കണ്ണുനീര് കാണാൻ ലോകത്തിൽ ആരുമില്ലേ എന്ന് ചോദിക്കുന്ന വിഷയത്തിന് ഇന്ന് രാത്രി മറുപടി തരുന്ന ദൈവമുണ്ട്. സകല മനുഷ്യരും ഓടിക്കൂടി. എല്ലാവരും പ്രൈം മിനിസ്റ്ററിന്റെ റൂമിലേക്ക് നോക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ നേരെ നിന്ന് അലറിക്കരയുന്നു. 11 പേര് നമസ്കരിച്ചുകൊണ്ട് പേടിച്ച് പറച്ചു നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തം നിവർത്തിച്ചത് കണ്ട യോസഫ് ഈ സഹോദരന്മാർക്ക് ഇഷ്ടം പോലെ ആഹാരം കൊടുത്തു. സ്തോത്രം. ഇവർ ആഹാരമെല്ലാം കഴിച്ച് നല്ലതുപോലെ തൃപ്തിയായി കഴിഞ്ഞപ്പോൾ ചാക്കുംപടി സാധനം കൊടുത്തു. സഹോദരൻ ബെന്യാമിൻ ഇരട്ടി സാധനം കൊടുത്തു.
എല്ലാവരുടെയും ചാക്കിനകത്ത് വീണ്ടും സാധനം വെച്ച് കെട്ടി. അത് ഇവരറിഞ്ഞില്ല. ഇവർ പോയ വഴിക്ക് വീണ്ടും ചാക്ക് അഴിച്ചു. പകുതി വഴി ചെന്നപ്പോൾ അതിവരുടെ സ്വഭാവമാണ്. ചിലർ ചായക്കടയിൽ ചെന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്നത്തെ സഭായോഗത്തിൽ ഉപദേശി പറഞ്ഞ കാര്യമെല്ലാം നമ്മുടെ ചായക്കടയിൽ വെച്ച് ചാക്കടിക്കുന്നവരുണ്ട്. ചിലർ വീട്ടിൽ ചെന്ന് ചാക്കടിക്കുന്നവരുണ്ട്. സഭായോഗത്തിന് വരാത്ത പിള്ളേരുടെയൊക്കെ ചാക്കടിക്കുന്ന പുള്ളികളുണ്ട്. ഇവരെല്ലാം സ്വഭാവം എന്ന് ഈജിപ്തിൽ പോയി കൊണ്ടുവന്നാലും പകുതി വഴിക്ക് ചാക്കടിക്കും. ഈ പ്രാവശ്യവും അവർ പകുതി വഴിക്ക് ചാക്കടിച്ചു. ചാക്കടിച്ചപ്പോൾ ചാക്കിനകത്ത് യോസഫ് ദർശനം നോക്കുന്ന പാത്രം സഹിതം ഇരിക്കുക. സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം പോലീസ് വരും, പോലീസ് വന്ന് പേടിച്ചതേ ഉള്ളായിരുന്നു, രക്ഷപ്പെട്ടു. പക്ഷേ ഈ പ്രാവശ്യം ഓൾറെഡി പോലീസ് വന്ന് പൊക്കി. നിങ്ങൾ മിണ്ടുന്നില്ല. അതെങ്ങനെയാ പാസ് അറിഞ്ഞാൽ? ഞാൻ ജോസഫിൻ്റെ കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. ഒരല്ലേലൂയ പറഞ്ഞു. മിസ്രൈമിൽ നിന്ന് ആള് വന്ന് കയ്യോടെ പിടിച്ചു. ഞങ്ങളുടെ യജമാന് വെളിപ്പാടൊക്കെ ഉള്ള ആളാണ്, നിങ്ങൾക്ക് അറിയത്തില്ലേ? നിങ്ങൾ അദ്ദേഹം നോക്കുന്ന ഈ പാത്രം സഹിതം എടുത്തുകൊണ്ട് വന്ന് മോശമായി പോയല്ലോ. പണ്ടാരൻ്റെ കൊമളി സുവിശേഷ വേലയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഭയങ്കര തണുപ്പുള്ള സമയമാണ്. അപ്പോൾ തോട്ടം തൊഴിലാളികൾക്ക് തോട്ടത്തിൻ്റെ ഉടമ ഓരോ കമ്പിളി പുതപ്പ് കൊടുക്കും. അപ്പോൾ അവരാകെപ്പാടെ ഒരു പുതപ്പേ ഉള്ളൂ. അത് ഈ പുള്ളി എന്നപ്പോൾ പുള്ളിക്ക് അന്ന് രാത്രി പുതയ്ക്കാൻ കൊടുത്തു. പുള്ളി രാവിലെ വന്നപ്പോൾ അതുകൊണ്ട് മടക്കിയെടുത്തുകൊണ്ട് ഞാൻ പോന്നു എന്ന് പറഞ്ഞതുപോലെ ഇവരെ കൊടുത്ത ആഹാരം കൊടുത്ത പാത്രം വരെ എടുത്തുകൊണ്ട് പോകുന്ന പുള്ളികളാണെന്ന് മനസ്സിലായിട്ട് പുറകെ പോലീസ് വന്നു. ഇവർ പറഞ്ഞു ഞങ്ങൾ മൂട്ടിച്ചതല്ല, ഞങ്ങൾ പിടിച്ചു പറിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഏത്തമിടേണ്ടി വന്നു. എടാ, നീ 25 വർഷം മുമ്പ് കരയിപ്പിച്ചതിൻ്റെ എല്ലാം എണ്ണി എണ്ണി കരയേണ്ടി വരും. പ്രവർത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുന്ന കർത്താവ് ഈ ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കതിൻ വണ്ണം പ്രാപിക്കേണ്ടി വരും. ജഡത്തി വിതച്ചതെല്ലാം ബാക്കി നിങ്ങൾ പറഞ്ഞാട്ട് ജഡത്തി കൊയ്യും. അതിന് പ്രത്യേകിച്ച് ബന്ധപ്പെടുകയൊന്നും വേണ്ട. സമയം വരുമ്പം ജഡത്തി വിതച്ചതിൻ്റെ എല്ലാം ജഡത്തി കൊയ്യും. ആത്മാവി വിതച്ചത് ആത്മാവിലും കൊയ്യും. നമ്മൾ മടങ്ങി വരട്ട് ശ്രദ്ധിച്ചേ. യോസഫ് ഇവരെ കൈയോടെ പിടികൂടി, ഇവരെ ഏറ്റു പറഞ്ഞ് നിലവിളിച്ചു. അപ്പോൾ യോസഫ് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ പൊട്ടക്കൻറ്റിയിട്ട യോസഫാണ് ഞാൻ. നിങ്ങൾ അപ്പനോട് എന്ന് പറയണം ഞാൻ ജീവിച്ചിരിക്കുന്നെന്ന്. നിങ്ങളല്ലേ പറഞ്ഞ അപ്പനോട് ചത്തുപോയെന്ന്. ചത്തുപോയെന്ന് പറഞ്ഞ് നിന്റെ നാവ് കൊണ്ട് തന്നെ അപ്പനോട് പറയണം ചത്തിട്ടില്ല, ജീവിച്ചിരിക്കുന്നെന്ന് നീ ചെന്ന് ഒരു സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇവന്മാരാ 25 വർഷം മുമ്പേ അപ്പനോട് പറഞ്ഞത് ചത്തുപോയെന്ന്. അവനെ കൊണ്ട് തന്നെ അവരെ തിരിച്ചു പറയിപ്പിച്ചു ചത്തുപോയിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഇത് കേട്ടപ്പോഴതിന് ആ മനുഷ്യന്റെ കരച്ചിലിന്റെ ഡയലോഗ് മാറി. ഇന്നലെ വരെ കരയുന്ന കരച്ചില്, ഞാൻ പോകും, ഞാൻ പാതാളത്തിൽ പോകും, ഞാൻ അവിടെ ചെന്ന് എൻ്റെ മകൻ യോസഫിനെ കാണും എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പുള്ളി പറയുകയാണ്, ഞാൻ മിസ്രൈമിൽ പോകും, ഞാൻ അവിടെ ചെന്ന മകൻ യോസഫിനെ കാണും. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്നലെ രാത്രി വരെ കരഞ്ഞത് നിരാശയുടെ വാക്ക് പറഞ്ഞാണെങ്കിൽ ഇന്ന് രാത്രി പ്രത്യാശയുടെ വാക്ക് കേട്ട് ആ വിഷയം മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നെന്ന് കേട്ട് നിനക്ക് കരയുവാൻ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഏത് അതരം കൊണ്ട് നിരാശയുടെ വാക്ക് പറഞ്ഞോ, അതേ അതരം കൊണ്ട് ഈ മനുഷ്യൻ പറയണം ഞാൻ പോകും. അരമണിക്കൂർ മുമ്പ് ഈ മനുഷ്യൻ കരഞ്ഞത് ഞാൻ പാതാളത്തിൽ പോകുമെന്നും പറഞ്ഞ. സ്തോത്രം. നമ്മൾ ചിലർ പറഞ്ഞതിന് വിട്ട ഇനിയിപ്പോൾ എന്തോ പാസ്റ്ററെ 10, 65, 70 വയസ്സായി, ഇനിയിപ്പം ആരെയും വിഷമിപ്പിക്കാതെ, പിള്ളേർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടാകാതെ നേരെ ചൊവ്വേ അങ്ങ് പോകണമെന്നൊരു ആഗ്രഹമുള്ളൂ. നമ്മൾ പലരും ചാകാനിരിക്കുക. അതുകൊണ്ടാണല്ലോ ആരാധന വെളിപ്പെടാത്തത്. സ്തോത്രം. പലർക്കും എല്ലാം ഉണ്ടെങ്കിലും മനസ്സിൽ വലിയ സന്തോഷമൊന്നുമില്ല, നിരാശയാണ്. സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെ ചാകുന്ന കാര്യമൊക്കെ ഓർത്ത് മനക്കോട്ടം കെട്ടിയിരിക്കുക. ഇന്നലെ വരെ യാക്കോബ് അങ്ങനെ ആയിരുന്നു. പക്ഷേ യോസഫ് ജീവിച്ചിരിക്കുന്ന കേട്ടപ്പോൾ പുള്ളി ആകെ ആള് കംപ്ലീറ്റ് മാറി. ആ മനുഷ്യന് ചൈതന്യം വന്നു. ആ മനുഷ്യൻ പറയാണ് ഞാൻ പോകും, ഞാൻ മിസ്രൈമിൽ പോകും. കഴിഞ്ഞ ആഴ്ച പിള്ളേർ ചോദിച്ചാൽ അപ്പച്ചൻ ഇങ്ങോട്ട് വരുന്നോ, വിസ എടുക്കട്ടെ, പാസ്പോർട്ട് പുതുക്കട്ടെ. ഉടനെ പറഞ്ഞാൽ മോനെ ഞാൻ ഇനിയിപ്പോൾ അവിടെ വന്നാലും മുറിക്കകത്ത് മിണ്ടായിരിക്കണം. നീ രാവിലെ 5 മണിക്ക് ജോലിക്ക് പോകും, അവൾ വൈകിട്ട് രാവിലെ 6 മണിക്ക് പോകും, പിള്ളേരിടയ്ക്ക് എണ്ണിച്ച് പോകും, ഞാൻ തന്നെ വീട്ടിൽ ഇരിക്കണം, പിന്നെ ഫ്രിഡ്ജിനകത്ത് ചൂടാക്കാൻ നിന്നെ കൊണ്ട് വയ്യ, അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ പുള്ളിയാ. പക്ഷേ ഇപ്പോൾ പുള്ളി പറയാണ് ഞാൻ പോകും. ഉണ്ടെന്നില്ല. ഹല്ലേലൂയ. പുള്ളിക്ക് ഒരു പ്രതീക്ഷ പോകാനില്ലായിരുന്നു. ഇപ്പൊ പുള്ളി യോസഫ് ജീവിച്ചെന്ന് പറഞ്ഞപ്പോൾ പറയാണ് ഞാൻ ഈജിപ്തിൽ പോകും, ഞാൻ മിസ്രൈമിൽ പോകും, എനിക്ക് എൻ്റെ മോൻ യോസഫിനെ കാണണം. അങ്ങനെ അവൻ അയച്ച രഥത്തെ കയറി യോസഫിനടുക്ക ചെന്നു. യോസഫിനടുക്ക ചെന്ന് കഴിഞ്ഞപ്പോൾ അതെ ആ മകനെ കണ്ട യാക്കോബും തൻ്റെ ഭാര്യ ലേയയും ഈ 11 പിള്ളേരും കൂടെ ഈ കൈകൂപ്പി നിൽക്കുന്ന ഒരു രണ്ടാമത്തെ കാഴ്ച യോസഫ് കണ്ടപ്പോൾ അവന് സഹിക്കാൻ ഒക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച കണ്ടത് ഈ 11 കറ്റ നേരെ നിൽക്കുന്നതാ. ഇപ്പോഴെ സൂര്യനും ചന്ദ്രനും കൂടെ നേരെ നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ യോസഫ് എങ്ങനെ കരയാതിരിക്കും? എന്റെ ദൈവം എത്ര വിശ്വസ്തനാ. മനസ്സിലാകുന്നവർ ആരാധിക്കാതിരിക്കരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, വിശ്വസ്തനാണ് നിനക്ക് ദർശനം തന്നതെങ്കിൽ, സ്വർഗമാണ് വെളിപ്പാട് തന്നതെങ്കിൽ, കോവിഡ് വരട്ടെ, അടുത്ത മാരക രോഗം വരട്ടെ, നീ പേടിക്കരുത്. നിന്നോട് ദൈവം പറഞ്ഞ ദർശനങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് കണ്ട് പൂർത്തീകരിച്ചല്ലാതെ നിന്റെ പ്രാണന് ഹാനി വരത്തില്ല.
ചെയ്യത്തില്ലെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ച്. അതിന് പ്രായം വിഷയമല്ല. യോസഫിന് ഭയങ്കര സന്തോഷമായി, സഹോദരന്മാർക്കെല്ലാം സന്തോഷമായി. അപ്പോൾ യോസഫിൻ്റെ അപ്പൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ ഉടനെ ഈ ഫറവോൻ കാണാൻ ഇറങ്ങി. ഈ ഫറവോന്മാരുടെ ആയുസ് നമ്മൾ പഠിക്കുമ്പോൾ ഒരു 50-നകത്തെല്ലാം തട്ടിപ്പോവും. 50 പൂർത്തീകരിച്ചവർ വളരെ കുറവാണെന്ന ചരിത്രം കിടക്കുന്നത്. ഒരു 50-52 വയസ്സിനകത്തെല്ലാം മരിക്കും. അതുകൊണ്ട് ഇവർ കയറുമ്പോൾ ആദ്യം ചെയ്യുന്നത് പിരമിഡ് ഉണ്ടാക്കി വെക്കും. ഇവനെ അടക്കാൻ വേണ്ടിയുള്ള വലിയ മമ്മീസ് ഉണ്ടാക്കി വെക്കും. അതിനകത്ത് ഇവരെ കൊണ്ട് വെക്കുന്നത് ചത്ത് കഴിഞ്ഞാലും ഉടനെ ഇങ്ങനെ ദ്രവിച്ചു പോകാതെ അതിനകത്ത് കൊണ്ട് വെക്കാൻ വേണ്ടി നല്ല മമ്മീസ് പണിയും. അപ്പോൾ അങ്ങനെ യോസഫിൻ്റെ അപ്പൻ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫറവോൻ കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഈ യാക്കോബിനെ കണ്ടപ്പോൾ ഈ 10-25 വർഷം കരഞ്ഞ മനുഷ്യനല്ലേ, ആ താടിയെല്ലാം നല്ലപോലെ നരച്ച്, മുടിയെല്ലാം നരച്ച്, കൂടെ ദൈവിക ദർശനം ഉണ്ടാവൻ്റെ മുഖമല്ലേ, പക്ഷെ മുഖത്ത് ഭയങ്കര തേജസ്. ഈ തേജസ്സുള്ള മുഖം കണ്ടപ്പോൾ ഈ ഫറവോൻ ചോദിച്ചു, വയസ്സെത്രയായി? സ്തോത്രം. നമ്മൾ പറയാൻ പഠിക്കുന്ന ഒരു കാര്യമാണ് ആ പ്രായമൊക്കെ കേട്ടോ. വേദപുസ്തകത്തിൽ പ്രായം അങ്ങനെ പറയാൻ ഒത്തിരി പേരുടെ പ്രായം പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ ഫറവോൻ ചോദിച്ചു, വയസ്സെത്രയായി? ഉടനെ ഈ മനുഷ്യൻ പറയാണ്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം ഇപ്പോൾ 130 സംവത്സരമായി. അത് വളരെ കഷ്ടമുള്ളതായിരുന്നു, ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ എൻ്റെ പിതാക്കന്മാരോളം ആയിട്ടില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഈ കഴിഞ്ഞ ആഴ്ച ഈ വല്യപ്പൻ പറഞ്ഞ ചാകണമെന്നല്ലേ? അല്ല, എനിക്ക് മനസ്സിലാക്കാൻ ചോദിക്കുക. അച്ഛാ, കഴിഞ്ഞ ആഴ്ച വരെ ഈ പുള്ളി പറഞ്ഞ് ഞാൻ പാതാളത്തിൽ പോകുന്നിരിക്കുകയല്ലേ, ഇപ്പം പുള്ളി പറയാണ് ഞാൻ ഇനിയും ജീവിക്കുമെന്ന്. മനസ്സിലായില്ലേ? പ്രായം ചോദിച്ചാൽ പി സി ചെറിയാൻ എന്നാ പ്രായമായെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ പോലെ 12-5-59 പരിപാടി തീർന്നില്ല വെച്ചാൽ. അതിന് ഞാൻ പറയുവാണ് എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം, ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ കാലം. ഇതുപോലെ നിങ്ങൾ ചോദിച്ചു. സ്തോത്രം. ഈ മനുഷ്യൻ പ്രായം പറഞ്ഞ രസം മനസ്സിലായി. എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം ഇപ്പോൾ 130 പക്ഷേ എൻ്റെ അപ്പച്ചന്മാരോളം എന്ന് പറഞ്ഞ ചെറുക്കനെ കണ്ടപ്പോൾ കുറച്ചുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമായി. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഒന്നുകൂടെ ഞാൻ ലളിതമായി പറയാം. മരിച്ചുപോയെന്ന് പറഞ്ഞ വാക്തത്വം ജീവിച്ചിരിക്കുന്നെന്ന് കണ്ടപ്പോൾ അപ്പന്റെ പ്രത്യാശ വർദ്ധിച്ചു. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുന്നത് നിരാശയുടെ ഹല്ലേലൂയയല്ല, കണ്ണുനീരിന്റെ സ്തോത്രമല്ല. നിന്റെ അകത്തെ മനുഷ്യന് രാത്രി ഒന്ന് ബലപ്പെടണം. നീ രാത്രി പറയണം, എന്റെ സ്വർഗം പറഞ്ഞ വാക്തത്വങ്ങൾ നിവർത്തിക്കുന്നത് വരെ എനിക്ക് ആയുസ്സോടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ സകല സ്വപ്നങ്ങൾ തകിടം മറിച്ച് ഒരു കുടുംബം മുഴുവൻ വിലാപത്തിലായി 27ഓളം വർഷങ്ങൾ കരഞ്ഞ കേസാണ്. കാര്യമറിയാതെ കരഞ്ഞതാ. പക്ഷെ കാര്യമറിയാതെയാണ് കരഞ്ഞ കണ്ണുനീരെല്ലാം സ്വർഗം അളന്ന് തൂക്കി വെച്ചിട്ട് 130 വയസ്സായപ്പോൾ തമ്പുരാൻ മറുപടി അളന്നങ്ങോട്ട് കൊടുത്തു. ആ മറുപടി ഏറ്റുവാങ്ങിയ മനുഷ്യൻ ഹല്ലേലൂയ ഇവന്റെ 2 പിള്ളാരെ അടുക്കലോട്ട് വിളിച്ചിട്ട് അവരുടെ തലയോട് കൈ പിണച്ചു വെച്ച് അവരെ അനുഗ്രഹിച്ച് പറയാം, എൻ്റെ മോനെ, നിന്നെ കാണും എന്ന് ഞാൻ ഓർത്തതല്ലടാ, പക്ഷെ നിന്റെ 2 പിള്ളാരെ കൂടെ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നല്ലോടാ. എൻ്റെ ദൈവം എത്ര വിശ്വസ്തനാ. ഈ രാത്രി വിശ്വസിക്കുന്നവന് മാത്രമേ ആരാധിക്കാവുള്ളൂ. കാണത്തില്ലെന്ന് പറഞ്ഞവന്റെ തലമുറയെ കണ്ട് ആരാധിക്കാൻ ദൈവം ഭാഗ്യം കൊടുത്തെങ്കിൽ 2023 കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിൽ കരയുന്നവന് വേണ്ടി മറുപടി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഈ രാത്രി വന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് എന്നെ ആഴമുണ്ടെന്ന് പറയാൻ വന്നതല്ല, ആകാശത്തിൽ എത്ര നക്ഷത്രം ഉണ്ടെന്ന് പറയാൻ വന്നതല്ല, വാനഗോള ശാസ്ത്രം പറയാൻ വന്നതല്ല. ഈ രാത്രി കണ്ണുനീരിന് മറികടക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയാൻ വന്നതാ. അവന്റെ പേര് യേശുവെന്ന. അവൻ ഉയർത്തെഴുന്നേറ്റ് ആദ്യം ചോദിക്കുന്ന ചോദ്യം, നീ എന്തിനാണ് കരയുന്നത്? ഇന്ന് രാത്രി മകനെ ചൊല്ലിയാണോ, മകളെ ചൊല്ലിയാണോ, പാരമ്പര്യ വിഷയത്തെ ചൊല്ലിയാണോ നിന്റെ കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രിയുണ്ട്. എനിക്കൊരു പിതാവിനെ അറിയാം. ആ പിതാവിന് ഒറ്റ മകനും ഒരു മകളുമേ ഉള്ളൂ. ആ മകൻ മാന്യനായ ചെറുക്കനാണ്, നല്ല ഉയർന്ന ജ്ഞാനാത്മാവുള്ളവൻ, എല്ലാ ക്ലാസ്സും എടുക്കൻ. അവൻ പഠനത്തിൽ ഉന്നത നിലവാരം, ഹൈസ്കൂൾ വിദ്യാഭ്യാസം പാസ്സായി.
അന്നത്തെ കാലത്ത് PDC ഉള്ള കാലമാണ്. അവൻ കോളേജിൽ PDC പാസ്സായി. അവന് NIT അഡ്മിഷൻ കിട്ടി. അവൻ NIT നല്ല പഠനത്തിന് വേണ്ടി അവനവിടെ ചേർന്നു. അവന് 3-ാം വർഷമായപ്പോഴത്തേന് അമേരിക്കയിൽ നിന്ന് വന്ന ആളുകളുടെ ക്യാമ്പസ് സെലക്ഷനിൽ അവൻ 1-ാം സ്ഥാനത്ത് വന്നു. അവനെ അമേരിക്കയിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പ്രതിമാസത്തിൽ ഒരു വൻ തുക, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്ന ഉന്നത ജോലിയിൽ അവനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി 3 മാസത്തെ ട്രെയിനിങ്ങിന് ഗോവയിലേക്ക് കൊണ്ടുപോയി. ഗോവയിൽ കൊണ്ടുവന്നു. അപ്പന് ഭയങ്കര സന്തോഷം, കുടുംബക്കാർക്ക് ഭയങ്കര സന്തോഷം. അവന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയല്ലോ. ചെറുപ്രായം മുതൽ അപ്പനെ അനുസരിച്ച്, പള്ളിക്കാരെ അനുസരിച്ച്, വൈദികരെ അനുസരിച്ച് നന്നായി ജീവിച്ച ചെറുപ്പക്കാരനാ. പക്ഷെങ്കിൽ ഗോവയിൽ ചെന്നു. 3 ആഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞു. 3 മാസത്തെ ക്ലാസ് ഉണ്ട്. 3 ആഴ്ചക്കകത്ത് ഒരു കൂട്ടുകാരൻ വന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, നമുക്കൊന്ന് സന്തോഷിക്കണ്ടേ, നമുക്കൊന്ന് ആസ്വദിക്കണ്ടേ. അവൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഞാൻ ജീവിതം ആസ്വദിക്കുന്നവനാ. അങ്ങനെയൊന്നും അല്ലെന്നേ, നീ കണ്ടിട്ടില്ലാത്ത ലോകം വേറെയുണ്ട്. അവനെ നിർബന്ധിച്ചു ഒരു മരുന്ന് അവൻ്റെ ദേഹത്ത് കുത്തിവെക്കുവാൻ. അവനത് നിഷേധിച്ചു. മണിക്കൂറുകൾ 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം നിർബന്ധിക്കുന്നവരുടെ എണ്ണം കൂടി. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ്റെ ദേഹത്ത് ആ ഇഞ്ചക്ഷൻ എടുത്തു. ഒരു പൈസ മേടിക്കാതെ ഫ്രീ ആയിട്ട് ഇഞ്ചക്ഷൻ. അവന് ഒരു ആസ്വാദ ലോകത്തിലേക്ക് അവൻ മാറി. അവനത് കഴിഞ്ഞു. പിറ്റേ ദിവസം വൈകിട്ട് കൃത്യം 5 മണിയായപ്പോൾ കടുത്ത തലവേദനയായി. അവന് തലവേദന സഹിക്കാൻ വയ്യ. അവനാകെ ഭ്രാന്തനെ പോലെയായി. അവൻ ഓടി ഇവനെ അന്വേഷിച്ചു ചെന്നു. അവൻ പറഞ്ഞു, എനിക്ക് ഇന്നൂടെ ആ ഇഞ്ചക്ഷൻ വേണം. 2-ാമത്തെ ദിവസം തലവേദന മാറ്റാൻ ഇഞ്ചക്ഷൻ എടുത്തു. 3-ാമത്തെ ദിവസം അവൻ പറഞ്ഞു, പൈസ തന്നാലേ തരത്തുള്ളൂ. അവൻ്റെ കൈ കൊണ്ടുപോയ പൈസകൾ കൊടുത്തു. അത് തീർന്നു. 4-ാമത്തെ ദിവസമായി അവൻ്റെ കൂട്ടുകാരൻ്റെ പെട്ടിയിൽ നിന്ന് ആദ്യമായി പൈസ എടുത്തു കൊടുത്ത് അത് വാങ്ങേണ്ടി വന്നു. 5-ാമത്തെ ദിവസമായി അവൻ്റെ ജീവനും തകർന്നു. അവൻ അമേരിക്കയിൽ പോയില്ല കേട്ടോ. ഇപ്പം വർഷങ്ങൾ ചിലത് കഴിഞ്ഞു. അവൻ മൂലം ആ കുടുംബം തകർന്നു. അവൻ്റെ പെങ്ങളുടെ വിവാഹം നടന്നില്ല. അവൻ്റെ അപ്പൻ ഭ്രാന്തനെ പോലെയായി. ഇവനൊരു മുഴിഭ്രാന്തനെ പോലെയായി. ഗോവയുടെ തെരുവീതികളിൽ കലിങ്കളിലൊക്കെ ഇരുന്ന് ഒരു നേരത്തെ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള മരുന്നിന് വേണ്ടി അവൻ ചെയ്യാത്ത കാര്യങ്ങളില്ല. ഈ ദിവസങ്ങളിൽ ഒരു പോലീസ് ഓഫീസർ അതുവഴി വാഹനം ഓടിച്ചു പോകുമ്പോൾ കലിങ്കലിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ്റെ കൈയുടെ നഖത്തിനിടെ ഇദ്ദേഹത്തിന് കുത്താൻ സ്ഥലമില്ലാത്ത കൊണ്ട് നഖത്തിനിടയിൽ മാരകമായ ഈ മയക്കുമരുന്ന് കുത്തിവെക്കുന്ന കാഴ്ച കണ്ടു. അദ്ദേഹം വണ്ടി നിർത്തി. ഇവനെ വണ്ടിയെ കയറ്റി ഇവനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അവിടെ പൂജപ്പുരയിലുള്ളതായ ഈ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിർബന്ധമായിട്ട് ഈ ഓഫീസർ അവനെ അഡ്മിറ്റ് ചെയ്തു. ദീർഘമായ 3 മാസങ്ങൾ കൊണ്ടാണ് ഇവരുടെ ദേഹത്തെ ലഹരിക്ക് ഒരു ചെറിയ വ്യത്യാസം വന്ന് ചെറിയ സുബോധം വരാൻ തുടങ്ങിയത്. അവൻ്റെ അപ്പനെ വിളിച്ചു പറഞ്ഞു, വർഷങ്ങളായി കാണാതെ പോയ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി പോയിട്ട് കൈവിട്ടു പോയവനെ, അതെ നിങ്ങൾ തിരക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, അവനെ കൊണ്ടുവരട്ടെ. അപ്പൻ പറഞ്ഞു, എനിക്ക് അവനെ വേണ്ട. അവൻ എൻ്റെ കുടുംബം തകർത്തു, എൻ്റെ ഭാവി തകർത്തു, എൻ്റെ തലമുറയുടെ ഭാവി പോയി, എൻ്റെ കുടുംബത്തിൻ്റെ പേര് പോയി. എനിക്കവൻ മകനല്ല. അവൻ എവിടെങ്കിലും പോയി തൊലയട്ടെന്ന് നോക്കിക്കേ. ഒരപ്പൻ്റെ കരച്ചിലിൻ്റെ ആഴമറിയാമോ? ഇന്ന് രാത്രി നീ നിന്റെ മകനെ ചൊല്ലി കരയുകയാണെങ്കിൽ, മകളെ ചൊല്ലി കരയുകയാണെങ്കിൽ, നീ പ്രതീക്ഷിച്ച് ഓമനിച്ച് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തി കോളേജ് വിട്ടിട്ട് ഒരു സുപ്രഭാതത്തിൽ മറ്റാരുടെയോ പുറകെ അവൻ പോയിട്ട് അവൾ പോയിട്ട് നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുന്നു, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത്? സഹോദര നീ എന്തിനാണ് കരയുന്നത്? വിഷയം പിസിച്ചറിയാൻ അറിയണ്ട. പക്ഷെ ചോദിക്കുന്നവൻ ഇന്ന് രാത്രി കാര്യം അറിഞ്ഞ വിഷയത്തിന് മറുപടി തരാൻ കഴിവുള്ളവന് വിശ്വസിക്കുന്നവന് മാത്രം. നാളുകളായി നിന്റെ കൂടാരത്തിനകത്ത് കണ്ണുനീര് തോരാത്ത കണ്ണുനീര് വിതച്ച ചില വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഒരു മറുപടി എന്റെ യേശു തരുന്ന രാത്രിയോ. സന്തോഷമായി പോയ യാക്കോബിന്റെ കുടുംബത്തിൽ കണ്ണുനീര് വരാൻ അധികം സമയം വേണ്ട. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ എല്ലാത്തിൻ്റെയും പുറകിൽ നമ്മൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ചെറിയ ക്ഷാമം വന്നു. ദൈവം വിളിച്ചിറക്കിയ ധനാഢ്യനായ പ്രഭുവായ അബ്രഹാം ചെറിയ ക്ഷാമം വന്നപ്പോൾ ദൈവത്തോട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിലെ ക്ഷാമം മാറി. പുള്ളി പോരാൻ നേരത്ത് ആ മിസ്രൈമിലുള്ള ഒരു കൊച്ച്, മിസ്രൈമി ദാസി, അവിടെ നോക്കിയപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വല്യപ്പൻ, രാവിലെ വൈകിട്ട് യാഗം കഴിക്കുന്ന അപ്പച്ചൻ, പുള്ള കൂടെ ഒത്തു നിൽക്കുന്ന അമ്മച്ചി, പിള്ളാരുമില്ല. അപ്പോൾ പിന്നെ അവരുടെ കൂടെ കൂടിയേക്കാന്ന് വിചാരിച്ചു. ഞാനിവിടെ പോരട്ടെ എന്ന് ചോദിച്ചു കനാനിൽ. ആ പോരാൻ പറഞ്ഞു. അങ്ങനെ പോയ പോക്കിൽ ഒരാൾ കൂടെ വന്നതിനെ കൂട്ടിക്കൊണ്ട് വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞുകൊണ്ട് സംഗതികൾ കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞു. ഹല്ലേലൂയ. ഒരു സുപ്രഭാതത്തിൽ അവൾ ഗർഭിണിയായി അവരൊരു മകനെ പ്രസവിച്ചു. അത് കഴിഞ്ഞ ഉടനെ ദൈവം വാഗ്ദത്തം കൊടുത്ത കൊച്ചനെ ഇവനും കൂടെ വീട്ടിൽ വളർന്നപ്പോൾ പ്രശ്നങ്ങളായി. പ്രശ്നമായപ്പോൾ ഹാഗാർ പറഞ്ഞു അവനെ ഇറക്കി വിടണം. ഉടനെ അബ്രഹാം ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നു, മോനല്ലേ, രക്തമല്ലേ, അതുകൊണ്ട് ഇറക്കി വിടുന്നൊരു ബുദ്ധിമുട്ട്. ഉടനെ തമ്പുരാൻ പറഞ്ഞു, അതൊക്കെ സാറാ പറഞ്ഞ പോലെ ചെയ്തോളാൻ പറഞ്ഞു. ഒരു കാര്യം കേട്ടോ,
തമ്പുരാനോട് ചോദിക്കാതെ നീ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് നീ ലാസ്റ്റ് തമ്പുരാനോട് ചോദിക്കുമ്പോൾ തമ്പുരാൻ ഇടപെടത്തേ ഇല്ല. സാറ പറഞ്ഞാണ് ഹാഗാർ കൂടെ വന്നതെങ്കിൽ, സാറ പറഞ്ഞാണ് ഹാഗാറിന് മകൻ ഉണ്ടായതെങ്കിൽ സാറ പറമ്പ് ഇറക്കി വിട്ടോണം. അതിനൊന്നും തമ്പുരാൻ ഇടപെടത്തേ ഇല്ല. ഒരു അല്ലലിയെ പറഞ്ഞത് നീ അതിനുവേണ്ടി വെറുതെ മെനക്കെട്ട് 21:7 ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല. നിന്നെ കുടൽ പിരിഞ്ഞ് അൾസർ ഉണ്ടാകാതിരിക്കാൻ ഒറ്റ മാർഗം, അത് സാറ പറയുന്ന പോലെ ചെയ്താൽ മതി. ഒരു അല്ലലിയെ പറഞ്ഞത്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ് സുപ്രഭാതത്തിൽ ഒരു തുരുത്തി വെള്ളം 5-6 അപ്പം കൊടുത്ത് ഈ പെങ്കൊച്ചിനെ ഇറക്കി വിട്ടു. ഒരിക്കലും വിചാരിച്ചല്ല ഈ കൊച്ചനെയും കൂട്ടി ഇറക്കി വിടുമെന്ന്. പക്ഷേ അബ്രഹാം ഇറക്കി വിടേണ്ടി വന്നു കേട്ടോ. പരിഹാസിയെ പുറത്താക്കി ഇറങ്ങിപ്പോയത് ഇന്നലെ വരെ സന്തോഷിച്ചു കഴിഞ്ഞ വീട്ടിൽ നിന്ന് പെട്ടെന്ന് കണ്ണുനീരിൻ്റെ അനുഭവം വരാൻ പെട്ടെന്നാണ് കേട്ടോ. ഒത്തിരി സമയമൊന്നും വേണ്ട, ഒരു നിമിഷം കൊണ്ട് കണ്ണുനീരായി പോകും കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം. കരയുന്ന വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിച്ചോണം കേട്ടോ. സന്തോഷമായി പോയ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഓടിക്കളച്ച് ഇസ്മായിലിനെ തോളത്തെടുത്ത് വെച്ചുകൊണ്ട് ഈ ദാസി ഒരു തുരുത്തി വെള്ളവും 5-6 അപ്പവും കൈ പിടിച്ചുകൊണ്ട്, നമ്മുടെ ആന്ധ്രയിലൊക്കെ പണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് തോളത്തൊരു കൊച്ചിനെ ഇട്ടുകൊണ്ട് മടി വേറൊരു കൊച്ചിനെ ഇട്ടുകൊണ്ട് വരുമാനത്തിന് ഒരു പേപ്പർ പിടിച്ച് നമ്മുടെ വീട്ടിൽ, അതുപോലെ ഹാഗാർ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു കേട്ടോ. അങ്ങനെ പോയ പുള്ളിക്കാരി നടന്നു പോന്ന പോക്ക് വെള്ളം കുടിച്ചു, വെള്ളം അങ്ങ് തീർന്നു. അപ്പം തിന്നു, അപ്പം തീർന്നു. മനുഷ്യൻ തരുന്നതെല്ലാം ഒരു മരുഭൂമി കടക്കാനില്ലെന്നുള്ള കാര്യം ഈ രാത്രി നീ ഓർത്തോണം. നീ ഏത് മനുഷ്യരിൽ ആശ്രയിച്ചാണോ ഇറങ്ങി തിരിച്ചത്, ആ മനുഷ്യൻ തരുന്നത് അടുത്ത മരുഭൂമിയുടെ അപ്പുറത്ത് പോകാനില്ല. മരുഭൂമിയുടെ പകുതിക്ക് ചെന്നപ്പോൾ അതെല്ലാം തീർന്നു. അതുകൊണ്ട് എൻ്റെ യേശു പറഞ്ഞത്, നീ മനുഷ്യരിൽ ആശ്രയിക്കരുത്, നീ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. ഇന്ന് രാത്രി ആശ്രയിക്കുന്നെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൽ അല്ലാതെ നീ ആശ്രയിക്കരുത്. സന്തോഷമുണ്ട്, കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ ഉലകത്തിൽ ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരുവനുണ്ടെങ്കിൽ അതെന്റെ യേശുവാ. ഒരു കുറ്റിക്കാട്ടിക്ക് ഈ കൊച്ചനെ ഇട്ടിട്ട് ആരോട് ചോദിക്കാനാ? മരുഭൂമിയിൽ ആര് കേൾക്കാനാ? ആരും കേൾക്കാനില്ലാത്ത മരുഭൂമിയിൽ ഹാഗാർ അലറിക്കരഞ്ഞു കേട്ടോ. അല്ലേലും ഇന്ന് രാത്രി ഒരു ദൂതനിക്ക് പറയാനുണ്ട്. നീ കരയുന്ന മരുഭൂമിയുടെ അനുഭവത്തിൽ കേൾക്കാൻ അബ്രഹാം അവിടെ കാണത്തില്ല, എലയാസർ അവിടെ കാണത്തില്ല, ഇസഹാക്ക് അവിടെ കാണത്തില്ല, സാറ അമ്മച്ചി അവിടെ കാണത്തില്ല. പക്ഷെ സ്വർഗം അത് കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഏത് ചൂടേറിയ മരുഭൂമിയിലും നിന്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. ദൈവം ചോദിച്ചു, ഹാഗാറേ നീ കരയുന്നത് എന്തിന്? കണ്ണു തുറന്നു നോക്ക്, നിന്റെ മുമ്പിൽ ഞാൻ ഉറവ തുറന്നിരിക്കുക. നീ ആരെ ചൊല്ലി കരയുന്നു? അവൻ ചാകത്തില്ലടി, അവനെ ഞാൻ വലിയൊരു ജാതിയാക്കാൻ പോകുകയാണ്. വാക്തത്വമുള്ളവനെ വെള്ളമില്ലാത്ത പൊട്ടമരുഭൂമി കൊണ്ട് വലിച്ചെറിഞ്ഞാൽ അവൻ ചാകത്തില്ലെന്ന്. അവൻ കാട്ടുകഴുതയുടെ ഊരോടെ അവൻ ജീവിച്ചു വരുമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ, ഇന്ന് രാത്രി കരയുന്ന ഒരമ്മയുണ്ടെങ്കിൽ നിന്റെ തലമുറ തകരാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. തലമുറയെ ചൊല്ലി കരഞ്ഞ ഹാഗാറിന് വേണ്ടി മരുഭൂമിയിൽ ഉറവ തുറന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരട്ടെ. ഈ മറിയയുടെ സ്നേഹം നമ്മൾ ഇതിനകത്ത് ഒന്ന് ധ്യാനിക്കണം കേട്ടോ. സ്തോത്രം. ഈ മറിയെ നമുക്ക് വിളിച്ച് ചോദിക്കാം. പി.സി. ചെറിയാൻ പാസ്റ്റർ ട്രാഫിക്കിലാണ് കുടുങ്ങിയെന്നാണ് കേൾക്കുന്നത്. വരാം, ഒരു 10 മിനിറ്റ് താമസിക്കും. അതുകൊണ്ട് 10 മിനിറ്റ് സാക്ഷി പറഞ്ഞോളാം പറഞ്ഞാൽ ഹാഗാർ സ്റ്റേജേ വന്ന് പറയുന്ന മറിയ സ്റ്റേജേ വന്ന് പറയുന്ന സാക്ഷിയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന റോമൻ പട്ടാളത്തെ പേടിയില്ലാഞ്ഞിട്ടോ, ശവക്കോട്ടെ പേടിയില്ലാഞ്ഞിട്ടോ, മിനിഞ്ഞാൻ നടന്ന ആ ഭയങ്കര ഭീകരമായ കൊലപാതകം ഞങ്ങൾ കാണാഞ്ഞിട്ടോ ഒന്നും അല്ല. സ്തോത്രം. എനിക്ക് 7 ഭൂതങ്ങളായിരുന്നു. സ്തോത്രം. എൻ്റെ പരിപാടി തൃശ്ശൂർ സിറ്റിയിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഇട്ടേച്ച് പോയ ഈ മുഖത്തുനിന്ന് ഊരി എറിഞ്ഞ മാസ്ക് എല്ലാം കൂടെ തുന്നിക്കെട്ടി മാല പോലെ കഴുത്തിലിടും. ഒരു ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയപ്പോൾ 2 ചെരുപ്പും കൂടെ റോട്ടിൽ കളഞ്ഞിട്ട് അടുത്ത ചൂക്കടയിൽ കയറി ചെരുപ്പ് മേടിച്ചുകൊണ്ട് പോയവന് വഴി കളഞ്ഞിട്ട് പോയി ചെരുപ്പെല്ലാം കൂടെ ഞുള്ളിപ്പറക്കി അതടുത്ത മാറിയിടും. ആരുടെയോ തോളെന്ന് വീണ ഷാളും ആരോ ഊരിക്കളഞ്ഞ ഉടുപ്പും എല്ലാം കൂടെ വഴിയിൽ നിന്ന് എടുത്ത് ഉടുപ്പെല്ലാം കൂടെ എൻ്റെ ദേഹത്തിടും. അങ്ങനെ ഭൂതം ബാധിച്ച് നാട്ടുകാർ പ്രാന്തി എന്ന് വിളിച്ച്, ഭൂതഗ്രസ്ത എന്ന് വിളിച്ച്, ആർക്കും വേണ്ടാതെ തെരുവോരത്തിൽ കൂടെ അലഞ്ഞു നടന്ന എന്നെ ആരും പരിഗണിച്ചില്ല കേട്ടോ. അമ്മയ്ക്ക് എന്നെ വേണ്ടായിരുന്നു, അപ്പൻ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നാട്ടുകാരുടെ ഒരു ഉപയോഗ വസ്തുവായി ഞാൻ വഴിയോരത്ത് തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോൾ ആരും പരിഗണിക്കാഞ്ഞപ്പോൾ നസ്രായൻ എൻ്റെ അടുക്കലേക്ക് വന്നതാ കേട്ടോ. അല്ലെ, ഞാൻ അവനെ തേടിപ്പോൻ കാരണം രാത്രിയെ പേടിക്കാതെ, ശവക്കോട്ടെ പേടിക്കാതെ, പട്ടാളത്തെ പേടിക്കാതെ, ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കിലേക്ക് കാര്യമുണ്ട്. എന്നറിയാമോ? ലോകം എന്നെ ഭ്രാന്തി എന്ന് പറഞ്ഞ് 7 ഭൂതം ബാധിച്ചവരെന്ന് പറഞ്ഞ് ആട്ടി പുറത്താക്കിയപ്പോൾ എന്നെ സ്നേഹിച്ചൊരു യേശു ഉണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവര് മാത്രം ആ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ലോകം നിന്നെ കൈവിടുമ്പോൾ ചേർത്ത് പിടിക്കുന്ന, മാർവോടണയ്ക്കുന്ന ഒരു യേശു ഈ രാത്രിയുണ്ട്. ഓ
ഒരു നിമിഷം എല്ലാവരും ഒന്ന് ആരാധിച്ചേ. ഇതൊരു വിടുതലിന്റെ രാത്രിയാ. നീ ഭാരപ്പെട്ട് ഹൃദയം കലങ്ങി വന്ന വിഷയത്തിന്മേൽ ഇന്ന് രാത്രി ദൈവം മറുപടി തരുന്നവനാ. ഈ രാത്രി ഇന്നലകളിലെ വിടുതലോർത്ത്, ഇന്നലകളെ ദൈവത്തിന്റെ കരുതലോർത്ത് എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ഇതൊരു വലിയ വിടുതലിന്റെ രാത്രിയോ. നിങ്ങളെ തൃശ്ശൂർ പൂരത്തിനൊക്കെ കണ്ടിട്ടില്ലേ? ഇവിടെ തെണ്ടി നടക്കുന്ന 7 ഭൂതവും 16 ഭൂതവും ഒക്കെ ബാധിച്ച വ്യക്തികളെ. ചീത്തയും പറഞ്ഞ് തെറിയും പറഞ്ഞ് കുളിക്കാതെ മുടി ചീകാതെ ഭ്രാന്തിയെ പോലെ മുടി വലിച്ചിട്ട് ദേഹത്ത് ചെരുപ്പുമാലയും ഇട്ട് നാട്ടുകാർ കളഞ്ഞ ഉടുപ്പുമിട്ട് നാട്ടുകാർ കളയുന്ന സാധനങ്ങളും പറക്കി തിന്ന് എച്ചിലും നക്കി നടക്കുന്ന ഭൂതഗ്രസ്തകളെ കണ്ടിട്ടില്ലേ? ഇന്ന് രാത്രി ആർക്കും അവരെ വേണ്ടത്, ആർക്കും അവരെ വേണ്ട. നമ്മളൊക്കെ വലിയ മാന്യതയുള്ള അല്ലെങ്കിൽ നല്ല കാറെ ചില്ലിട്ട് പോകുന്ന AC ഇട്ട് പോകുന്ന മിടുക്കരും മിടുക്കിമാരുമല്ലേ. ഈ ഭ്രാന്തിമാരെ ആരാ പരിഗണിക്കുന്നത്? അവർ ഡോറെ വന്ന് മുട്ടിയാൽ പോലും നമ്മൾ നോക്കത്തില്ലല്ലോ. നമ്മൾ നേരെ മൊബൈൽ നോക്കി കാരണത്തിരിക്കത്തല്ല ഉള്ളൂ. പക്ഷെ എൻ്റെ യേശു മാത്രം 7 ഭൂതം ബാധിച്ചവളെ ആരും പരിഗണിക്കാനില്ലാതിരുന്നപ്പോൾ അടുക്കലേക്ക് ചെന്നിട്ട് അവളെ ബന്ധിച്ച പൈശാചിക ബന്ധനത്തെ അഴിച്ച കർത്താവിന്റെ രാത്രി ഈ പന്തലിൽ വന്നിട്ടുണ്ട്. നീ ഭാരപ്പെട്ട് കരയുന്ന വിഷയം എന്തായാലും അതിന്റെ മേൽ ഇന്ന് രാത്രി സൗഖ്യം തരുവാൻ നിന്റെ തലമുറയെ ചൊല്ലിയാണ് കരയുന്നതെങ്കിൽ നീ ഇന്ന് രാത്രി കരയുന്ന വിഷയത്തിന്മേൽ ഇറങ്ങി വന്ന് മറുപടി തരുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ അസാധ്യമായതൊന്നുമില്ല. പിശാച് ബന്ധിച്ചത് ഇന്നലകളിൽ നീ അറിയാതെ നിന്റെ കൂടാരത്തിൽ കയറി നിന്റെ തലമുറ ഭാവിയെ കെട്ടിയത് ഇന്ന് രാത്രിയിൽ എന്റെ യേശു അഴിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടല്ലേ അവൾ എപ്പം നോക്കിയാലും കാക്കലുണ്ട്. അവൾ അവസരം കിട്ടിയ ആ കാലെ കെട്ടിപ്പിടിക്കും. അവൾ അവസരം കിട്ടിയ കണ്ണുനീര് കൊണ്ട് ആ കാല് നനയ്ക്കും. അവൾ അവസരം കിട്ടിയ ആ കാലെ ചുംബിക്കും. കാരണം അവളെ വിടുവിക്കാൻ ഉലകത്തിൽ ആരുമില്ലാതിരുന്നപ്പോൾ, ഹല്ലേലൂയ, ചങ്ങലയും ബന്ധനങ്ങളും ഒക്കെയായിട്ട് അവളെ നാട്ടുകാർ തകർത്തപ്പോൾ യേശു അവളെ ചേർത്ത് നിർത്തി വിടുവിച്ചതല്ലേ. ലോകത്തിൽ കൂടെ നടന്നവരൊക്കെ അകലം വിട്ട് മാറിയപ്പോൾ അവൻ അകലം വിട്ടില്ല. അവക്കറിയാം ശബത്ത് ദിവസം പുറത്തിറങ്ങിയ പ്രശ്നമാണ്. ശബത്ത് ദിവസം വളരെ ശാന്തമായി കരഞ്ഞുകൊണ്ടിരുന്നു. ശബത്ത് അങ്ങോട്ട് തീരുന്നത് രാത്രി 12 മണിയാകുമ്പോഴാണ്. 12:01 എന്ന് പറയുമ്പോൾ ശബത്ത് തീർന്നു. പിന്നെ പ്രശ്നമില്ല. ആ പ്രഭാതത്തിൽ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇറങ്ങുകയാ. സ്ത്രീ, നിനക്ക് പേടിയില്ല? ഉത്തരമുണ്ട്. അതൊക്കെ എന്റെ വിടുതൽ നടന്നപ്പോൾ പോയതാ. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ അവൻ എന്റെ അടുക്ക വന്നത്. എന്റെ ഭയമെല്ലാം പോയതാ. സ്നേഹം, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുകയാ. അതുകൊണ്ട് അവളെ ഏതോ ഒരു ആത്മശക്തി കല്ലറയ്ക്കലേക്ക് നടത്തുകയാ. അവിടെ ഒറ്റ ചിന്തയേ ഉള്ളൂ, ആ കല്ലെനിക്ക് വേണ്ടി ആര് ഉരുട്ടി മാറ്റും. പക്ഷെ അവൾ ചെന്നപ്പോ കണ്ട കാഴ്ച, അവൾ എന്തിനെ ഭയപ്പെട്ടോ? ആ കല്ല് ഉരുണ്ടു മാറിയിരിക്കുന്നു. ആ പട്ടാളം ബോധഗ്രസ്തരായി വീണ് കിടക്കുന്നു. ആയുധങ്ങൾ താഴെയിട്ട് മലന്ന് കിടക്കുന്നു. അതിൽ തലക്കലും കാക്കലും ശുഭ്രവസ്ത്രം ധരിച്ച് 2 ദൂതന്മാരിരിക്കുന്നു. അവൾ ഒന്ന് കുനിഞ്ഞു നോക്കി. അവൾ ഉറക്കെ കരഞ്ഞപ്പോൾ ദൂതന്മാർ ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? അവൾ അതിന് മറുപടി പറഞ്ഞില്ല. വീണ്ടും അവൾ കരഞ്ഞുകൊണ്ടേ നിന്നു. അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ യേശു താനും അടുക്ക വന്ന് ചോദിച്ച ചോദ്യമാണ്, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് തിരയുന്നത്? സ്ത്രീയുടെ മറുപടി, ഇവൻ തോട്ടക്കാരൻ. ആരാ തോട്ടക്കാരൻ? അരിമത്തിയിലെ യോസഫ്. അരിമത്തിയിലെ യോസഫിന്റെ കല്ലറ തോട്ടത്തിലാണ് യേശുവിനെ അടക്കിയിരിക്കുന്നത്. ആ കല്ലറയൊക്കെ നേരത്തെ തമ്പുരാൻ ഒരുക്കി വെച്ചേക്ക് കേട്ടോ. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 606 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഒരു പ്രവചനം എഴുതി, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ. അവന് നസറേത്തുകാരൻ എന്ന പേര് വരുമെന്ന് പറയുമ്പോൾ ആ കന്യകയുടെ വലിയ പൂപ്പൻ ജനിച്ചിട്ടില്ല. 6 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ നസറേത്തിനൊരു പാവപ്പെട്ട ചെറ്റക്കുടലിൽ ഒരു തച്ചന്റെ ഭവനത്തിൽ മരുമകളായി വരണ്ടിയ കന്യകയായ മറിയ ജനിച്ചു. 650 വർഷം മുമ്പ് യെശയ്യാവ് പ്രവചിച്ചത് 6 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ നിവർത്തിയായെങ്കിൽ
അതേ പുസ്തകത്തിന്റെ 53-ാം അധ്യായത്തിൽ പറഞ്ഞു, അവൻ ജനിക്കുന്നത് തച്ചന്റെ വീട്ടിലെ നസറത്തിലാണെങ്കിലും അടക്കുന്നത് സമ്പന്നന്മാരോടുകൂടെ ആയിരിക്കും. അന്ന് ഈ ഭൂമിയിൽ അരിമത്തിലെ യോസഫ് എന്ന് പറഞ്ഞൊരു സമ്പന്നൻ ഇല്ല കേട്ടോ. അവൻ ജനിക്കുന്നതിന് 6 നൂറ്റാണ്ടിന് പുറകിൽ പ്രവാചകൻ പറഞ്ഞു സമ്പന്നന്മാരോടുകൂടെ അടക്കുമെന്ന്. ഇന്ന് രാത്രി ഏതെങ്കിലും വ്യക്തിക്ക് കാശുണ്ടായാൽ അതിന്റെ പുറകിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരുത്തിന് കാശില്ലാതെ മറിയെ പോലെ കീർത്തിശീലം മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ അതിന്റെ പുറകിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരു സ്വത്രം പറഞ്ഞേര്, മറിയ ഒന്നുമില്ലാത്തവളായി ജനിച്ചതും അരിമത്തിയിലെ യോസഫ് കാശുകാരനായി ജനിച്ചതും ദൈവത്തിന്റെ പ്രവചന നിവർത്തിയ. ഒരു സ്വത്രം പറയണം. ഇന്ന് രാത്രി ഒന്നും വെറുതെ നടക്കുന്നില്ല കേട്ടോ. എല്ലാത്തിന്റെയും പുറകെ ദൈവത്തിന്റെ ആലോചനയുണ്ട്. യോസഫ് കാശ് കിട്ടിയപ്പോൾ തീരുമാനിച്ചു, ഞാൻ മന്ത്രിയായി കാശുകാരനുമായി, എന്നാ പിന്നെ നല്ലൊരു സ്ഥലം മേടിച്ചേക്കാം. കല്ലറത്തോട്ടം വിലയ്ക്ക് മേടിച്ചു. ഉയർന്ന പാറയിൽ 9 അടി വ്യാസത്തിൽ 6 അടി ഉയരത്തിൽ 6 അടി വീതിയിൽ 3 തട്ടുകളുള്ള മനോഹരമായ ഒരു കല്ലറ വെട്ടി ഉണ്ടാക്കി. നല്ല കാശുകാരനെ അത് ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. മനോഹരമായ കല്ലറ വെട്ടി ഉണ്ടാക്കി. അവൻ അറിഞ്ഞില്ല തച്ചന്റെ മോനെ വെക്കാനാണെന്ന്. സ്വത്രം നിങ്ങൾ പറഞ്ഞില്ല. ഹലോ, അരിമത്തിലെ യോസഫ് 9 അടി വ്യാസത്തിൽ 6 അടി ഉയരത്തിൽ 6 അടി നീളത്തിൽ 6 അടി താഴ്ചയിൽ, അതെ ഫ്രണ്ടിൽ ഒരു നല്ല ഈ സ്റ്റേജ് പോലുള്ള 9 അടി വ്യാസത്തിൽ 3 തട്ടായി ഒറ്റപ്പാറയിൽ കല്ലറ വെട്ടുമ്പോൾ അവൻ അറിഞ്ഞില്ല ഇത് തച്ചന്റെ മോനെ വെക്കാനാണെന്ന്. ഹല്ലേലൂയ. പ്രവചനമുണ്ടോ? അത് നിവർത്തിച്ചിരിക്കും. വാഗ്ദത്തം ദൈവമാണോ പറഞ്ഞത്? അത് നിവർത്തിച്ചിരിക്കും. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആ കല്ലറ അവന് വേണ്ടി തുറക്കപ്പെട്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ കർത്താവിൻ്റെ കാൽവറി മരണത്തിൻ്റെ വിടുതലെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. നോക്കിയേ, ഈ ദ്രവ്യാഗ്രഹിയായ യൂദയ്ക്ക് 30 വെള്ളി കാശ് കൊടുപ്പിച്ചു. ഈ പരദേശി അടക്കാൻ ശവക്കോട്ടയില്ല. ശവക്കോട്ടയില്ലാഞ്ഞുകൊണ്ട് അക്കൽദാം എന്ന് പറഞ്ഞൊരു ശവക്കോട്ട ആ കെറോഫി മേടിച്ചു. സ്വതന്ത്രം പറഞ്ഞ് നമ്മുടെയൊക്കെ മെയിൻ പ്രശ്നം ശവക്കോട്ടയാണല്ലോ. കർത്താവിൻ്റെ അടക്കത്തിനുണ്ടായ പ്രത്യേകത, 30 വെള്ളിക്കാശ് ഈ ദ്രവ്യാഗ്രഹിക്ക് കൊടുത്തു. അത് കഴിഞ്ഞ ഉടനെ ആ പൈസയ്ക്ക് തന്നെ ഒരു അക്കൽദാം എന്ന് പറഞ്ഞ പരദേശി അടക്കാനുള്ള ശവക്കോട്ട മേടിച്ചു. സ്തോത്രം. ക്രൂശേ കിടന്ന കള്ളന് ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് നേരെ പർദീസയെ കൊണ്ടുപോയി. ഒരിക്കലും ജാമ്യം കിട്ടാത്ത ബർമാസിനെ വെറുതെ വിട്ടു. യോഹന്നാൻ ഒരു അമ്മയെ കൊടുത്തു, മറിയയ്ക്കൊരു മോനെ കൊടുത്തു. ബദ്ധവൈരാക്കികളായിരുന്ന 2 അയൽ രാജ്യങ്ങൾ ഭരിക്കുന്ന പീലാത്തോസും ഹേരോദാവും നയതന്ത്രപരമായ കാര്യങ്ങളെല്ലാം ഭയങ്കര അകലിച്ചുള്ളവരുടെ നയതന്ത്രമെല്ലാം മാറി ഒറ്റ രാത്രി സ്നേഹിതരായിട്ട് മാറി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ആരും പേരും അറിയാതെ കണ്ടെത്തി കാലാകളച്ച് കിടന്ന ശിമയോനെ ആ രാത്രി ക്രൂശെ പിടിക്കുന്നവനാക്കി. ആ വലിയ വിദ്യാഭ്യാസമില്ലാതെ പിള്ളേർ 2 ലോകത്തിൽ പ്രസിദ്ധരായി. ഹല്ലേലൂയ. രൂപോസ് ITI പഠിച്ചില്ല. ഹല്ലേലൂയ. അലക്സാണ്ടർ എഞ്ചിനീയറിംഗിനും പോയില്ല. പക്ഷെ പിള്ളേർ ആരായി? ആ പിള്ളേരെ വിളിച്ച് സ്റ്റേജിൽ നിർത്തി ചോദിച്ചേ, മക്കളെ നിങ്ങളെങ്ങനെ പ്രസിദ്ധരായത്? അല്ലെങ്കിൽ NITയിൽ അഡ്മിഷൻ കിട്ടിയെന്ന്. ഒന്നും അല്ലച്ചാ, ഞങ്ങളുടെ അപ്പച്ചൻ അന്ന് ആ ഭാഗ്യവശാൽ ആ ക്രൂശലൊന്ന് പിടിച്ചു, അത്രേ ഉള്ളൂ. ഇന്ന് രാത്രി നീ ആ ക്രൂശലൊന്ന് പിടിച്ചാൽ നിന്റെ സ്ഥിതി മുഴുവൻ ദൈവം മാറ്റുകയെ കേട്ടോ. ഹല്ലേലൂയ. നിന്റെ മാത്രമല്ല, നിന്റെ തലമുറയുടെ സ്ഥിതി ഈ രാത്രി ദൈവം മാറ്റും. ഒരു സ്വത്രം പറഞ്ഞേരെ. ഞാൻ എവിടെയെങ്കിലും നിൽക്കുന്നില്ല. ആ യേശു മരണത്തെ ജയിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അവൻ മരണത്തിന് അധീനനായ ദൈവമാണ്. താൻ മാത്രം അമർത്യതയുള്ളവനാകയാൽ മരണത്തെ ജയിച്ച് കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നവനെ കണ്ടപ്പോൾ തോട്ടക്കാരനാണ് നിരൂപിച്ച് അവൾ നോക്കിയപ്പോൾ യേശു അവളെ മറിയേന്ന് വിളിച്ചു. നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അവക്ക് യേശുവാണെന്ന് മനസ്സിലായപ്പോൾ റബൂനി എന്ന് പറഞ്ഞ് യേശുവിനെ തൊടാൻ ചെന്നു. യേശു പറഞ്ഞു, നീ ഇപ്പം എന്നെ തൊടരുത്, പക്ഷെ നിന്നെ ഞാനൊരു മഹാദൗത്യം ഏൽപ്പിക്കാൻ പോകുകയാണ്. ഇത് പത്രോസിനെ ഏൽപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അവൻ വന്നില്ലെങ്കിൽ മാർബിടൻ ചാരി യോഹന്നാനെ ഏൽപ്പിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവന്മാർ 2 വന്നിലെ തൂണുകളിൽ 3-ാമനായി യാക്കോബിനെ കാര്യം ഏൽപ്പിക്കാം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവന്മാരാരും വന്നില്ലെങ്കിലും നീ വന്നല്ലോ, നിന്നെ ഞാൻ ആ ദൗത്യം ഏൽപ്പിക്കുകയാണ്. കരയുന്നവളെ ദൗത്യം ഏൽപ്പിച്ചു. നീ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് പറയണം ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി കരയുന്നവനെ ഒരു മഹാദൗത്യം ദൈവം ഏൽപ്പിക്കാൻ പോയ വിശ്വസിക്കുന്നവന് മാത്രം ആ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ 2023 സഭയ്ക്ക് ആവശ്യം അത് കരയുന്ന ചിലതിനെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞ, നീ എവിടെയാ കരഞ്ഞേ? അവിടെ നിന്നെ മാനിക്കും. ഞാനിതല്ലേ എൻ്റെ അനുഭവം പറഞ്ഞു കേട്ടു. സ്തോത്രം. മൊർദെഖായി അത് കേട്ടപ്പോൾ വസ്ത്രം കീറി, രട്ടുടുത്തു, ചാരം വാരി തലയിലിട്ടു, പട്ടണത്തിന് നടുക്ക് ഉറക്കെ കരഞ്ഞു. സൂസൻ പട്ടണം മുഴുവൻ കലങ്ങിപ്പോയി ഒരു മനുഷ്യന്റെ കരച്ചിലിൽ. പ്രൈസ് ദി ലോർഡ്. ചാരം വാരിയിട്ട് വെണ്ണീരിലിരുന്നു കൊണ്ട് ചാക്കുടുത്ത് കരയുന്നവനെ ആരും മൈൻഡ് ചെയ്യാനാ?
പക്ഷെ ഇവൻ ഇവിടെ കരയുമ്പോൾ രാജവസ്ത്രം അവന് വേണ്ടി ഒരുങ്ങുക. ചാരം വാരിയിട്ട തലയിൽ രാജാവിന്റെ കിരീടം വെക്കാൻ റെഡിയായിക്കൊണ്ടിരിക്കുക. ചാരത്തിരുന്നവനെ കുതിരപ്പുറത്ത് കെട്ടി ഇരുത്താൻ പോകുക. ഇന്ന് രാത്രി കരയുന്നവന് വേണ്ടി സിംഹാസനം ഒരുക്കുന്ന, കരയുന്നവന് വേണ്ടി രാജവസ്ത്രം ഒരുക്കുന്ന, കരയുന്നവന് വേണ്ടി തലയിൽ കിരീടം വെപ്പിക്കുന്ന, കൊല്ലാൻ ശ്രമിച്ചവന്റെ വാ കൊണ്ട് അവന് വേണ്ടി പുകഴ്ച വരുത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. നീ ഏത് ഗ്രാമത്തിൽ കരഞ്ഞോ, നീ ഏത് പട്ടണത്തിൽ കരഞ്ഞോ, അതേ പട്ടണത്തിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. Praise the Lord. Praise the Lord. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ആരെ കാണാതെ, ആരും അറിയാതെ, ആരോട് പറയാതെ നീ ഒറ്റയ്ക്ക് ഏങ്ങലടിച്ച് കരഞ്ഞു, വയ്യ കർത്താവ്, എനിക്കിനി കരയാനൊന്നും വയ്യ, ഞാൻ മടുത്തു എന്ന് നീ പറഞ്ഞ വിഷയത്തിന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം മറുപടി തരാൻ പോകുകയാണ്. വല്ല വിധേനയും പാതാളത്തിൽ പോയാൽ മതിയെന്ന് 27 വർഷം പറഞ്ഞവൻ പറയുകയാണ്, എൻ്റെ പിതാക്കന്മാരോളം ആയുസായിട്ടില്ല, ഞാൻ ഇനിയും ജീവിക്കാൻ പോകുക. ഇന്ന് രാത്രി തീരുമാനം മാറ്റുന്ന രാത്രിയാ. നീ കുറിച്ചു വെച്ച ഡേറ്റ് എല്ലാം ദൈവം മാറ്റാൻ പോകുക. ചില യൗവനക്കാരോട് ദൈവം പറയുന്നു, നിന്റെ നിരാശയുള്ള വിഷയത്തെ തിരുത്തി എഴുതിക്കൊണ്ട് ഇന്ന് രാത്രിയിൽ നിന്റെ കൂടാരത്തിനകത്ത് ഒരു വലിയ പുതുമയുടെ അനുഭവം നൽകി നിന്റെ കുടുംബത്തെ ദൈവം ആദരിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരം ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ ഒരിക്കലും ആരാധിക്കട്ടെ. അനന്തകാല നിത്യതയിൽ നിന്ന് ജീവിതം ആരംഭിച്ച് വർത്തമാനകാല നിത്യതയിൽ കരഞ്ഞുകൊണ്ട് ജീവിച്ച് ഭാവികാല നിത്യതയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ബഹുമാന്യ ദൈവ പൈതലേ, നിന്നോട് ഇന്ന് രാത്രി ആത്മാവിന്റെ ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കണ്ണുനീര് ദൈവം തുടയ്ക്കാൻ പോകുകയാണ്. ചോദിക്കുന്നത് PC ചെറിയാനല്ല, അലറിക്കരഞ്ഞ് പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും ഏറ്റെടുത്തിട്ട് ദേഹമെന്ന തിരശ്ശീല രണ്ടായി കീറിയിട്ട് നമുക്ക് വേണ്ടി വഴി തുറന്നു തന്നവൻ എഴുന്നേറ്റ് വന്ന് ചോദിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് കരയുന്നത്? ഇന്ന് രാത്രി ചോദിക്കുന്നത് ഞാനല്ല. ഓ, കല്ലറയെ ഭേദിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, പൈശാചിക കോട്ടകളെ തകർത്തവൻ, പിശാചിന്റെ തലയെ കാൽവരി തകർത്ത് ജയോത്സവം കൊണ്ടാടിയവൻ ഈ രാത്രി ചോദിക്കുന്നു, നീ എന്തിനാ കരയുന്നത്? ദൈവദാസനെ, ഈ കണ്ണുനീരെന്ന് തോരും. വെളിപ്പാടുകാരൻ പറയുന്നു, യേശുദാനും അവരുടെ കണ്ണിൽ നിന്ന്, ബാക്കി നിങ്ങൾ പറഞ്ഞേ, കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഓ, പിന്നെ അവിടെ കണ്ണുനീരുണ്ടാകത്തില്ല. തുടയ്ക്കുമെന്ന് പറഞ്ഞവൻ ആണിപ്പതുള്ള ആ കരമാകട്ടോ, ആഴിയിലെ വെള്ളത്തെ മുഴുവൻ ഈ കയ്യിൽ വഹിക്കുന്നവൻ പറയാണ്, എൻ്റെ ഈ കൈ കൊണ്ട് നിന്റെ ഇറ്റിറ്റ് വീഴുന്ന കണ്ണുനീര് ഞാൻ തുടയ്ക്കും കേട്ടോ. ഇന്ന് രാത്രി കണ്ണുനീര് അടുക്ക വന്ന് തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ആരോടൊക്കെയോ ശക്തമായി ദൈവാത്മാവ് ഈ രാത്രി ഇടപെടുകയാ. നീ ഹൃദയം കലങ്ങി പൊട്ടിക്കരയുന്ന ചില വിഷയത്തിന് മേൽ ആഹാരം പോലെ കഴിക്കാതെ ഒരു വ്യസനപാത്രം പോലെ കൂടാരത്തിന്റെ ഉള്ളറകളിൽ ആശ്വാസം കണ്ടെത്താൻ കഴിയാതെ നാളുകളായി കരയുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രിയിൽ നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന രാത്രിയാ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ കട്ടപ്പനയിലെ കൺവെൻഷന് പോയി. അവിടെ എൻ്റെ സെൻറ്ററിലെ ചില വർഷങ്ങൾ ശുശ്രൂഷിച്ച് കഴിഞ്ഞ ട്രാൻസ്ഫറിന് റാന്നിയിൽ തന്നെയുള്ള പൂവമല സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ തൻ്റെ ഭർത്താവ് ചാണ്ടിപ്പാസും 2 കുഞ്ഞുങ്ങളും ഒരു സെക്കൻഡ് 7 മണിക്ക് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി 7:30 വെണ്ണിക്കുളം കഴിഞ്ഞ് പുറമറ്റത്തെത്തും മുമ്പേ ലോകത്തിൽ നിന്ന് അരമണിക്കൂറിനകത്ത് 3 പേരും ഒന്നിച്ച് യാത്രയായി. തൻ്റെ ഭാര്യ ശാന്തി എൻ്റെ ആ യോഗത്തിൽ വന്നു. ഞാൻ ആ സഹോദരിയുടെ ഭർത്താവ് മരിക്കുമ്പോൾ ഈ രാജ്യത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവളെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം ആ സഹോദരിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സംസാരിച്ചപ്പോഴൊക്കെ ഞാനിങ്ങനെ പറയുന്നെങ്കിലും അവളുടെ സത്യം അതൊന്നുമല്ല. അവളെന്തോ ഒരു ഭ്രാന്തിയെ പോലെ കരയുകയാണ്. എനിക്ക് മനസ്സിലായി, മാനുഷിക വാക്കുകൾക്കൊന്നും ചില കണ്ണുനീരിനെ തുടയ്ക്കാൻ കഴിയത്തില്ല. കാരണം ആ വേദനയുടെ ആഴം അത്ര വലിയതാണ്. ഇന്ന് രാത്രിയിൽ നിന്റെ കണ്ണുനീരിൻ്റെ വിഷയം അതുപോലൊരു അനർത്ഥമാണോ?
ദോഹയിൽ ഒത്തിരി നാൾ പിള്ളേരില്ലാതിരുന്ന് പ്രാർത്ഥിച്ചൊരു കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞിനെ 3.5 വയസ്സായപ്പോഴേ സ്കൂളിൽ വിട്ട് പഠിച്ച് മിടുക്കിയായി കാണാനുള്ള കൊതി കൊണ്ട് രാവിലെ നിർബന്ധിച്ച് ആഹാരമൊക്കെ കഴിപ്പിച്ച് ടിഫിനകത്ത് ആഹാരമൊക്കെ വെച്ച് ഡ്രൈവറെ പറഞ്ഞേൽപ്പിച്ച് വണ്ടിയെ വിട്ടു. വണ്ടിക്കകത്ത് കൊച്ചു കയറിയ പാടെ പൊടിക്കൊച്ചല്ലേ ഉറങ്ങിപ്പോയി. ഈ കൊച്ചു വണ്ടിയിൽ നിന്ന് ഉറങ്ങിയ കാര്യം അയാളറിഞ്ഞില്ല. ബാക്കി പിള്ളേരെല്ലാം ക്ലാസ്സിൽ പോയി. 3-4 മണിക്കൂർ ചെല്ലുമ്പോൾ വണ്ടിക്കകത്തെ മരുഭൂമിയുടെ ചൂട് കൊണ്ട് ഈ കൊച്ചു മരിച്ചുപോയി. ആ തള്ളയുടെ കണ്ണുനീരൊപ്പാൻ PC ചെറിയാനെ കൊണ്ട് കഴിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി അലറിക്കരഞ്ഞവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ എന്തിനാണ് കരയുന്നത്? അപ്രതീക്ഷിതമായ ചില വേർപാടുകളാണോ? അതോ നീ ഒറ്റപ്പെട്ടു പോയതാണോ? നീ ഒരു വ്യസനപാത്രമായി തീർന്നതാണോ? ഹന്നേ, നിനക്ക് 10 പിള്ളേരെ കാട്ടി നല്ലതല്ലേ? നീ പിന്നെ എന്തിനാ കരയുന്നത്? ഭർത്താവിന്റെ വാക്കുകൾക്ക് അവളെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവിടെ കണ്ണുനീരിന്റെ മറുപടി കയ്യെ പിടിച്ചുകൊണ്ട് ഏലി പുരോഹിതന്റെ കയ്യിൽ ചെല്ലുന്നത് വരെ അവരുടെ കണ്ണുനീര് മാറിയില്ലെങ്കിൽ ചില മറുപടി കാണുന്നത് വരെ ചിലരുടെ കണ്ണുനീര് മാറത്തില്ല. ഇന്ന് രാത്രി നിന്നോട് ദൈവാത്മാ പറയുന്നു, കരയുന്ന വിഷയത്തിന്റെ മേൽ മറുപടി തരാൻ കരുത്തുള്ളവൻ നിന്നോട് ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് കരയുന്നത്? ഇന്ന് രാത്രി ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ യാക്കോബിന്റെ ദൈവം, യോസഫിന്റെ ദൈവം, മോർദെഖായിയുടെ ദൈവം, ഹാഗാറിന്റെ ദൈവം, ഹന്നയുടെ ദൈവം, മറിയയുടെ ദൈവം എന്റെ ദൈവമാണ്, എനിക്ക് അവൻ മറുപടി തരും എന്ന് വിശ്വസിക്കുന്നവർ ഈ പന്തലുണ്ടെങ്കിൽ അവരൊന്ന് എഴുന്നേറ്റ് നിന്നോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. ഇന്ന്